بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സഹോദരങ്ങളെ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ വസായിലുൽ മുഫീദ ലിൽ ഹയാത്തി സഈദ എന്ന കിതാബാണ് നമ്മൾ വായിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെട്ട ആലിമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെയും അതുപോലെ ഷെയ്ഖ് അബ്ദുല്ല അൽ ബസ്സാം ഇങ്ങനെയുള്ള ഉലമാക്കളുടെ ഷെയ്ഖാണ് അദ്ദേഹം. സൗദി അറേബ്യയിൽ ഖസീം എന്ന പ്രദേശത്ത് അദ്ദേഹം ഹിജ്റ 1307 ജനിക്കുന്നത്. അവിടെ അറിയപ്പെട്ട പല ഉലമാക്കളുടെയും അടുത്ത് പഠിക്കുകയും ദീർഘകാലം 40 വർഷത്തോളം അതിൽ കൂടുതൽ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്നും അറിയപ്പെടുന്ന ഒരു ഇൽമിന്റെ കേന്ദ്രമാണ് ഷെയ്ഖിന്റെ മസ്ജിദ്. ഷെയ്ഖിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീനും അദ്ദേഹത്തിന് ശേഷം ഇബ്നു ഉസൈമീന്റെ ശിഷ്യന്മാരും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. തഫ്സീർ നമുക്കറിയാം, അതുപോലെ ഫിഖ്ഹിൽ അറിയപ്പെട്ട മൻഹജുസ് സാലിക്കീൻ, ഇങ്ങനെ ധാരാളം കിതാബുകൾ ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുണ്ട്. അതിൽ പെട്ട വളരെ ചെറിയ ഒരു കിതാബാണ്, ഒരു റിസാലയാണ് ഈ റിസാല അൽ വസായിലുൽ മുഫീദ എന്ന റിസാല. ഇത് അദ്ദേഹം രചിക്കാൻ ഒരു സാഹചര്യമുണ്ട്. ഈ കിതാബിന്റെ വിഷയം എന്താണ്, ഇതിന്റെ ഉള്ളടക്കം എന്താണ്, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള മാർഗങ്ങളാണ് വിശദീകരിക്കുന്നത്. മനസ്സമാധാനമുണ്ടാക്കുന്ന, മനസ്സിന്റെ വിഷമങ്ങൾ പരിഹരിക്കുന്ന അസ്ബാബുകൾ, മാർഗങ്ങൾ. ഇത് അദ്ദേഹം രചിക്കാനുള്ള കാരണം, സാഹചര്യം, അദ്ദേഹത്തിന് അവസാന കാലത്ത് ചികിത്സക്ക് വേണ്ടി ലബനാനിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോ അദ്ദേഹം അവിടെ അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വേണ്ടി പോയി. അവിടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള രോഗികൾ കിടക്കുന്നുണ്ട്. അവർക്ക് പലർക്കും അവരുടെ ശാരീരികമായ രോഗങ്ങളെക്കാൾ മാനസികമായ പ്രയാസങ്ങളാണ് അദ്ദേഹം കാണുന്നത് തന്റെ കൂടെയുള്ള ആളുകളുടെ. ഷെയ്ഖ് അവിടെ കിടക്കുന്ന സമയത്ത് 2 മാസം അവിടെ ആ ആശുപത്രിയിൽ അദ്ദേഹം കഴിഞ്ഞു. ആ സമയം അദ്ദേഹത്തോട് വായിക്കരുത്, അതുപോലെ തന്നെ എഴുതരുത് എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ ഒരു കിതാബ് വാങ്ങി ഷെയ്ഖിന് കൊണ്ടുപോയി കൊടുത്തു. ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തി, അമേരിക്കക്കാരനായ ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുള്ള ദഇൽ ഖലഖ് വബദഇൽ ഹയാ എന്ന പേരിലുള്ള ഒരു കിതാബ്. വിഷമങ്ങൾ മറന്ന് ജീവിക്കാൻ തുടങ്ങുക എന്നാണ് കിതാബിന്റെ പേര്. അതറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. മനഃശാസ്ത്രജ്ഞനായ ഈ വ്യക്തി ഡെയിൽ കാർണീജി എന്ന് പറയുന്ന അമേരിക്കക്കാരൻ എഴുതിയിട്ടുള്ള ഈ പുസ്തകം അത് പല ഭാഷകളിലും ധാരാളം വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് വായിച്ചപ്പോ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഈ കിതാബിൽ പറഞ്ഞ പല കാര്യങ്ങളും ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും എഴുതിയത് മുസ്ലിം അല്ലാത്തത് കൊണ്ട് അതിന് അതിൻ്റെതായ കുറവുകളുമുണ്ട്. അങ്ങനെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് അവിടെ വെച്ച്, ഈ ആശുപത്രിയിൽ വെച്ച്, ഈ കിതാബിലെ ആശയങ്ങൾ പലതും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഖുർആനിലും സുന്നത്തിലുമുള്ള ധാരാളം നസൂസുകൾ, ഖുർആന്റെയും സുന്നത്തിന്റെയും വചനങ്ങളും ഉൾപ്പെടുത്തി എഴുതിയതാണ് ഈ കിതാബ്. അങ്ങനെ ഷെയ്ഖ് അവിടെ വെച്ച്, ലബനാനിൽ വെച്ച് ഈ കിതാബ് പൂർത്തിയാക്കി. അദ്ദേഹം മരണപ്പെടുന്നത് ഈ രോഗത്തിലാണ്. പിന്നീട് തിരിച്ചു വന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം, 5 വർഷങ്ങൾക്ക് ശേഷം ഷെയ്ഖ് മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹം അവസാന കാലത്ത് പോലും ഇൽമിൽ മുഴുകുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ സമയം ഇൽമിന് വേണ്ടി മാറ്റിവെച്ച ആളായിരുന്നു. മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് വരെ ഷെയ്ഖ് തന്റെ മസ്ജിദിൽ പഠിപ്പിച്ചിരുന്നു. ഈ കിതാബ് നമുക്ക് വായിക്കാം. ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്, വഅഅ്ളമുൽ അസ്ബാബി ലിദാലിക. അതിനു മുമ്പ് ഒരു കാര്യം ഉലമാക്കൾ പലരും പറഞ്ഞതും നമുക്ക് അനുഭവമുള്ളതുമായ ഒരു യാഥാർത്ഥ്യം ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
ധാരാളം ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതെന്താണ്? ഈ ദുനിയാവിൽ മനുഷ്യരെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, മനസ്സമാധാനമാണ്, സന്തോഷകരമായ ജീവിതമാണ്. മനുഷ്യർക്ക് പലർക്കും ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളുണ്ടാകും. പണത്തിനു വേണ്ടി ജീവിക്കുന്നവരുണ്ടാകും. അവർ മറ്റ് കാര്യങ്ങളിൽ വിരക്തരായിരിക്കും. അവർക്ക് അറിവിനോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകണമെന്നില്ല, മറ്റു വിനോദങ്ങളോട് താല്പര്യം ഉണ്ടാകണമെന്നില്ല. പണമുണ്ടാക്കലായിരിക്കും അവരുടെ ജീവിത ലക്ഷ്യം. വിനോദങ്ങളുമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ സമ്പത്തിനോട് താല്പര്യം ഉണ്ടാവുകയില്ല. അവരുടെ സമ്പത്ത് മുഴുവൻ അവർ കളിക്ക് വേണ്ടി, അവരുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കാൻ തയ്യാറായിരിക്കും. അതുപോലെ ഇൽമിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ദീനിയായ ഇൽമും ദുന്യവിയായ ഇൽമും ഏതായിരുന്നാലും വായനക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും കിതാബുകൾ വായിക്കും. ഇങ്ങനെ പലർക്കും പല ലക്ഷ്യങ്ങളായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരുപോലെയുള്ള, മനുഷ്യർ മുഴുവൻ ഇജ്മാ ആയിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ. അത് മനസ്സിന്റെ സമാധാനമാണ്. ഇത് ഇമാം ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അഖ്ലാഖ് വസ്സിയർ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറയുകയാണ്, ഈ ഒരു ലക്ഷ്യം, എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യം, അത് നേടാനുള്ള മാർഗങ്ങൾ എന്താണ്? വഅഅ്ളമുൽ അസ്ബാബി ലിദാലിക വഅസ്ലുഹാ വഅസാസുഹാ. ഇതിനുള്ള ലക്ഷ്യങ്ങൾ കുറെയുണ്ട്. അതിൽ അടിസ്ഥാനപരമായ ലക്ഷ്യം, അടിസ്ഥാനപരമായ മാർഗം, ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അൽ ഈമാനു വൽ അമലു സ്വാലിഹ്, ഈമാനും സൽക്കർമ്മങ്ങളുമാണ്. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു മനുഷ്യന് നല്ല ജീവിതം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള മാർഗമായി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആരാണോ സാലിഹായ അമല് ചെയ്യുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിക്കൊണ്ട് അമൽ ചെയ്യുന്നത് ഈമാനോടുകൂടിയാണെങ്കിൽ, ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, അവനു നാം നല്ല ജീവിതം ജീവിപ്പിക്കും, സമാധാനമുള്ള ജീവിതം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരുന്ന പ്രവൃത്തികൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം ആഖിറത്തിൽ നൽകും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈമാനും അമലു സാലിഹാത്തും ഉള്ളവർക്ക്. ഒന്ന് ഹയാത്തുൻ തയ്യിബ, നല്ല ജീവിതം, ദുനിയാവിൽ നല്ല ജീവിതം, ആഖിറത്തിൽ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവരുടെ അമലുകളിൽ ഏറ്റവും നല്ല അമലുകൾക്കുള്ള പ്രതിഫലം നൽകും. അഥവാ ഏതൊരു മുഅ്മിനും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റുകൾ മാറ്റി അവരുടെ പ്രവൃത്തികളിൽ ഉള്ള ഹസനാത്തുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അവർക്ക് പ്രതിഫലം നൽകും. ഇതിൽ ഒന്നാമത് പറഞ്ഞത് ദുനിയാവിൽ നൽകുന്ന ഹയാത്തുൻ തയ്യിബ, നല്ല ജീവിതമാണ്. ഇവിടെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ആയത്തിൽ പറയുന്ന കാര്യം എന്താണ്? നല്ല ജീവിതത്തിനുള്ള മാർഗമാണ് ഈമാൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷെയ്ഖ് തുടർന്ന് പറയുന്നുണ്ട്, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അതിന്റെ ചുരുക്കം എന്താണ്? ഖദറിലുള്ള വിശ്വാസമാണ് ഇവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖദറിലുള്ള ഈമാൻ, അത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു മുഅ്മിന് ആ വിശ്വാസമുണ്ടെങ്കിൽ അവന് നല്ല ജീവിതം ഉണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ, അജബൻ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഒരു മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഇൻ അസാബത്ഹു സറാഉ ശകർ, അവന് സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചാൽ ശക്കറ, അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറായിരിക്കും. വൈൻ അസാബത്ഹു ദറാ, അവൻ എന്തെങ്കിലും ദോഷം ബാധിച്ചാൽ സബറ ഫകാന ഖൈറൻ ലഹു, അവൻ സബർ കാണിക്കും, അതവന് ഖൈറായിരിക്കും. അപ്പൊ ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഖദറിൽ വിശ്വസിച്ച ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനം ഉണ്ടാകും. കാരണം സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗം എന്താണ്? ഈ സംഭവങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കണം, അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതൊരു മുഅ്മിന് സാധിക്കും. കാരണം എന്താണ്? അവനറിയാം ഇത് ഖദറിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്, അള്ളാഹുവിന്റെ ഖദറാണിത്, അള്ളാഹു വിധിച്ചതാണ്. അതാണ് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ച ഈ മുസീബത്ത്. അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് വിശ്വസിച്ചാൽ അവന് സമാധാനം ഉണ്ടാകും. എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് നമ്മളെല്ലാം വിശ്വസിക്കുന്ന, മുസ്ലിമീങ്ങളെല്ലാം വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്?
അള്ളാഹുവിന്റെ ഖദറിന് പിന്നിൽ ഒരു ഹിക്മത്തുണ്ടാകും. അള്ളാഹു തആല വിധിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന് പിന്നിൽ അള്ളാഹുവിന് ഒരു ലക്ഷ്യമുണ്ടാകും, ഹിക്മത്തുണ്ടാകും. ആ ഹിക്മത്ത് എന്താണ് എന്ന് നമുക്കറിയാം, അറിയാതിരിക്കാം, പക്ഷെ ഹിക്മത്തുണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ പേരാണ് അൽ ഹക്കീം എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും അതിന് പിന്നിൽ അള്ളാഹുവിന് ഒരു ഹിക്മത്തുണ്ട് എന്ന് ഒരു മുഅ്മിൻ മനസ്സിലാക്കും, അവൻ ക്ഷമ അവലംബിക്കും. ആ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഭൗതികമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണിച്ചു, ഒരു അസുഖം വന്ന് ഡോക്ടറുടെ അടുത്ത് പോയി, നെഞ്ചുവേദനയാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇവന്റെ നെഞ്ച് തുറന്ന് ഹൃദയം പുറത്തെടുത്ത് ഓപ്പറേഷൻ ചെയ്യണം, ഇന്ന ഓപ്പറേഷൻ ചെയ്യണം, സർജറി ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഒരു സാധാരണക്കാരനായ രോഗി ഈ ഡോക്ടറുടെ തീരുമാനം അത് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ചോദ്യം ചെയ്യുമോ? ഈ ഡോക്ടർ പറഞ്ഞ കാര്യം, ലക്ഷ്യം എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തിനാണ് എന്റെ നെഞ്ച് പുലർത്തി ഹൃദയം പുറത്തെടുക്കുന്നത്, ഇത്രയും ഗുരുതരമായ ഈ സർജറി അല്ലെങ്കിൽ ഇത്രയും അപകട സാധ്യതയുള്ള ഈ സർജറി ചെയ്യുന്നത് എന്നൊരു സാധാരണക്കാരൻ ചോദിച്ചാലോ നമുക്കെന്ത് പറയാൻ പറ്റും? ഇവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടേ ഈ ഓപ്പറേഷൻ ചെയ്യുകയുള്ളൂ എന്ന് ആരും പറയുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തികൾ വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനെ ഡോക്ടറോട് ഉപമിക്കുകയില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാ കാര്യത്തിന്റെയും ഹിക്മത്ത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ മനസ്സിലായില്ല എന്നതുകൊണ്ട് അതിന് പിന്നിൽ ഒരു ഹിക്മത്തില്ല എന്നർത്ഥമില്ല എന്നതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ഒരു മുഅ്മിൻ മുസീബത്തുകൾ ഉണ്ടായാൽ ഈ നിലപാടായിരിക്കും സ്വീകരിക്കുക, സബർ. അവൻ സബർ കാണിക്കും. എങ്ങനെയാണ് സബർ കാണിക്കുന്നത്? ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ ഖദറിൽ ഒരു ഹിക്മത്തുണ്ടാകും എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കും. അപ്പൊ അവന്റെ മനസ്സിന് സമാധാനമുണ്ടാകും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ, വിധിപ്രകാരമല്ലാതെ ഒരു മുസീബത്തും ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു, വമൻ യുഅ്മിൻ ബില്ലാഹി, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബ, അവന്റെ കൽബിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കും, അവന്റെ കൽബിന് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കും, ആ കൽബിന്റെ അവസ്ഥ അള്ളാഹു നന്നാക്കും. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? മുസീബത്ത് ബാധിക്കുന്നത് അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിന്റെ വിധിപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ട് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മുൻഗാമികൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു മുഅ്മിനെ കുറിച്ച് പറഞ്ഞതാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അവനൊരു മുസീബത്ത് ബാധിച്ചാൽ അവൻ മനസ്സിലാക്കും ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. അങ്ങനെ ഫയറല്ലാഹു വയുസല്ലിം, അവന്റെ മനസ്സിൽ തൃപ്തി ഉണ്ടാകും. ഈ സംഭവിച്ച മുസീബത്ത് കുഴപ്പമില്ല, സാരമില്ല എന്നവൻ വിചാരിക്കും. അപ്പോൾ ഈ കാര്യമാണ് അള്ളാഹു തആലയുടെ സൂറത്തുൽ തഗാബുനിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും, ഈ ഭൂമിയിൽ നടക്കുന്ന ഏതൊരു മുസീബത്തും, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലാകട്ടെ മറ്റുള്ളവരിലാകട്ടെ ഈ ഭൂമിയിലാകട്ടെ, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ആ മുസീബത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, നേരത്തെ വിധിക്കുക എന്ന കാര്യം. എന്തിനു വേണ്ടിയാണ് ഇക്കാര്യം പഠിപ്പിക്കുന്നത്? അള്ളാഹു നേരത്തെ എല്ലാം വിധിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ എല്ലാം സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്കിങ്ങനെയില്ലല്ലോ, ഇന്ന അനുഗ്രഹമില്ലല്ലോ, മറ്റുള്ളവർ അനുഭവിക്കുന്നത് പോലെ ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഉള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ മതിമറക്കാതിരിക്കാനും വേണ്ടി. അല്ല, എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് എന്നോർത്ത് അഹങ്കരിക്കുകയും ചെയ്യരുത്. ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഖദറിനെ കുറിച്ച് അള്ളാഹു തആല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം അള്ളാഹുവിന്റെ ഖദറാണെങ്കിൽ പിന്നെ എന്തിനാണ് അഹങ്കരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മുസീബത്തുകളെല്ലാം അള്ളാഹു വലിയ ഹിക്മത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഇത് മനസ്സിലാക്കാതെ പൊങ്ങച്ച നടിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇതാണ് ഒരു മുഅ്മിന്റെ നിലപാട്. നേരെ മറിച്ചൊരു കാഫിറിന്റെ അവസ്ഥ എന്തായിരിക്കും? ഖദറിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അവനൊരു ഖൈറുണ്ടായാൽ അവൻ അഹങ്കരിക്കുകയും ഈ ഖൈറ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. ഒരാൾക്ക് സമ്പത്തുണ്ടായി, അവൻ ഖദറിൽ വിശ്വാസമില്ലാത്തവനാണെങ്കിൽ, അള്ളാഹുവിൽ ഈമാൻ ഇല്ലാത്തവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ സമ്പത്ത് അത് ഞാൻ എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് അഹങ്കരിക്കും. ഖാറൂൻ പറഞ്ഞതുപോലെ ഊതീതുഹു അലാ ഇൽം, അതെന്റെ ഇൽമു കൊണ്ട് എനിക്കുണ്ടായതാണ് എന്നവൻ അഹങ്കരിക്കും. അതുപോലെ അവൻ ഹറാമിൽ അത് ചെലവഴിക്കുകയും ചെയ്യും, ഹറാമുകൾക്ക് വേണ്ടി ചെലവഴിക്കും. എന്നാൽ മുഅ്മിനാണെങ്കിലോ നേരെ മറിച്ച് അവൻ
ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കും, നന്ദി കാണിക്കും. അതുപോലെ മുസീബത്തുണ്ടായാൽ മുഅ്മിനല്ലെങ്കിൽ അവന് ജസ ആയിരിക്കും, വെപ്രാളമായിരിക്കും. ഒരു രോഗമുണ്ടായി, അവൻ വിധിയെ പഴിക്കും, റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കും, അങ്ങനെ വെപ്രാളത്തോടുകൂടി മരിച്ചു പോകും. ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഓരോ ദിവസവും തന്നെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ജനിച്ചത് മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ഉണ്ടായ മുസീബത്തുകളൊക്കെ പറഞ്ഞ്, ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ ഇന്ന കാര്യം അനുഭവിച്ചു, പിന്നെ ഇന്ന മുസീബത്തിൽപ്പെട്ടു, ഞാൻ എന്താണ് ഇങ്ങനെ, റബ്ബെന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ പറഞ്ഞ് ആ സക്രാത്തിന്റെ അവസ്ഥയിൽ പോലും വളരെ മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മരിച്ചു പോകും. ഇത് മുഅ്മിനല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. എന്നാൽ മുഅ്മിനാണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനറിയാം നമ്മൾ ബാഹ്യമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ ബാഹ്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ മോശമാണ് അല്ലെങ്കിൽ തിന്മയാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഖൈറായിരിക്കും. ഫഅസ അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ ഒരു കാര്യത്തെ വെറുത്തേക്കാം, വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അല്ലാഹു അതിൽ ധാരാളം ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങൾ, നഷ്ടമായി തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് ലാഭമായി മാറുക എന്നുള്ളത് സാധാരണ സംഭവിക്കുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആമ്മത്തു മനാഫിഉൽ ഇൻസാൻ അല്ലെങ്കിൽ ആമ്മത്തു മനാഫിഉൽ അബ്ദ് ഫീമാ യക്റഹുഹു, മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ അധികവും അവന് വെറുപ്പായിരിക്കും, ബാഹ്യമായി നോക്കുമ്പോൾ വെറുപ്പായിരിക്കും. ഇത് അനുഭവമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ കാലത്തും നമുക്ക് ഉപകരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വെറുപ്പായിരിക്കും, പിന്നെ നമുക്ക് മനസ്സിലാകും അത് ഖൈറായിരുന്നു. അപ്പൊ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരിക്കും പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കത് നിസ്സാരമായി തോന്നും, ഈ പറയുന്ന വാക്കൊരു തമാശയായി തോന്നും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഠിക്കുന്ന കാലത്ത് നമുക്കത് എത്ര വിഷമമായിരുന്നു, സ്കൂളിൽ പോവുക, പഠിക്കുക, പരീക്ഷ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ പിന്നീട് അത് ഖൈറാണെന്ന് നമുക്ക് മനസ്സിലാകും അനുഭവത്തിലൂടെ. ഇതുപോലെ അധിക കാര്യങ്ങളും, എല്ലാം എന്ന് പറയുന്നില്ല, അധിക കാര്യങ്ങളും മനുഷ്യന് ഉപകരിക്കുന്ന കാര്യങ്ങൾ അവന് ഉറപ്പായിരിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്ന് മാത്രമല്ല, സബറുള്ള ആളുകൾക്ക് അല്ലാഹു തആല എന്തെല്ലാം പ്രതിഫലങ്ങളാണ് ഖുർആനിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒന്ന്, കണക്കില്ലാത്ത പ്രതിഫലം. അല്ലെ മറ്റെല്ലാ അമലുകളും നോക്കിയാൽ കാണാം, ഇന്ന അമൽ ചെയ്താൽ ഇന്ന പ്രതിഫലം. ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷം നരകത്തിൽ നിന്ന് അവന്റെ മുഖം അകറ്റും. അതുപോലെ പല അമലുകൾക്കും സദഖ ചെയ്താൽ അതിന് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം. സബറിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അല്ലാഹു തആല പ്രതിഫലം നൽകും. അതുപോലെ രണ്ടാമത് അല്ലാഹു തആല പറയുന്നു, വല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സബറുള്ള ആളുകളുടെ കൂടെയായിരിക്കും. തനിക്ക് ബാധിച്ച മുസീബത്തുകളിൽ അല്ലാഹുവിന്റെ ഖദറാണിത് എന്ന് മനസ്സിലാക്കി സമാധാനിക്കുന്നവർ അല്ലാഹുവിന്റെ കൂടെ ഉണ്ടാകും. അല്ലാഹുവിന്റെ മഅയ്യത്ത്, ആഴ്ചയൊക്കെ എത്ര വലിയ സ്ഥാനമാണ്. നമ്മുടെ ഒരാൾ നല്ല സ്വാധീനമുള്ള ഒരാൾ, അല്ലെങ്കിൽ സമ്പത്തുള്ള ഒരാൾ, അധികാരമുള്ള ഒരാൾ, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞാൻ എന്റെ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സമാധാനം ഉണ്ടാകും. ഇന്ന കാര്യം ചെയ്താൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ ആ പണി ചെയ്യും. ആ പണി വളരെ എളുപ്പമുള്ളതാണെങ്കിലോ വലിയ അധ്വാനമൊന്നുമില്ലാത്ത കാര്യമാണെങ്കിലോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. അല്ലാഹു തആല പറയുന്നത് വല്ലാഹു മഅസ്സാബിരീൻ, മനസ്സുകൊണ്ട് ചെയ്താൽ മതി. സബർ എന്ന് പറയുന്നത് മനസ്സിലുള്ള കാര്യമാണ്. അപ്പോ അള്ളാഹുവിന്റെ വിധിയാണിത് എന്ന് കരുതി സമാധാനിക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ വല്ലാഹു യുഹിബ്ബു സാബിരീൻ, അള്ളാഹു സബറുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിൽ വലിയ ഒരു ലക്ഷ്യമില്ല ഒരു മുഅ്മിൻ. ആ ലക്ഷ്യം നേടാനുള്ള മാർഗം സബറാണ്. അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം, സബർ കാണിക്കുക എന്നുള്ളത്. അതിന് മുകളിലൊരു സ്ഥാനമുണ്ട്, സബറിനേക്കാൾ വലിയ ഒരു സ്ഥാനമുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക. ഒരു ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ റദീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ, അതുപോലെ തദ്ബീർ, നിയന്ത്രണം നടപ്പിലാക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മമാണ്, അള്ളാഹുവിന്റെ തദ്ബീറാണ്. അപ്പൊ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള റബ്ബായി ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ തൃപ്തനാണ്. ഇത് സബറിനേക്കാൾ വലിയ സ്ഥാനമാണ് റിദ എന്ന് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിക്കീൻ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ 60-ൽ കൂടുതൽ ഫായിദ, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടാൽ
ഉണ്ടാകുന്ന ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മുഅ്മിന്റെ നിലപാട്. ഇതാണ് സന്തോഷമുള്ള ജീവിതത്തിന് ഒന്നാമത് വേണ്ട കാര്യം. ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. അത് വിശ്വസിച്ചവന് സമാധാനമുണ്ടാകും. എന്റെ ജീവിതത്തിലുണ്ടായ ഈ മുസീബത്ത്, രോഗം, മനോവിഷമങ്ങൾ, അതുപോലെ തന്നെ ദാരിദ്ര്യം, എന്താണെങ്കിലും അത് അള്ളാഹുവിന്റെ ഖദറാണ് എന്നുള്ള വിശ്വാസം. രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നു, വമിനൽ അസ്ബാബില്ലത്തി തുസീലുൽ ഹമ്മ വൽ ഗമ്മ വൽ ഖലഖ്. മനുഷ്യന്റെ മനോവിഷമങ്ങൾ, ദുഃഖങ്ങൾ അകറ്റുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് അൽ ഇഹ്സാനു ഇലൽ ഖൽഖ്, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക, ഇഹ്സാൻ ചെയ്യുക. ബിൽ ഖൗലി വൽ ഫിഅൽ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. വ അൻവാഇൽ മഅറൂഫ്, എല്ലാ വിധത്തിലുള്ള ഏത് രൂപത്തിലുള്ള ഉപകാരങ്ങളാണെങ്കിലും കഴിയുന്ന ഉപകാരങ്ങൾ സൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കുക. വകുല്ലുഹു ഖൈറുൻ വ ഇഹ്സാൻ, അതൊക്കെ ഖൈറാണ്. വബിഹാ യദ്ഫഉ അല്ലാഹു അനിൽ ബർരി വൽ ഫാജിരി അൽ ഹുമൂമ വൽ ഗുമൂമ ബിഹസബിഹാ. ആ പ്രവൃത്തികളുടെ നമ്മൾ ചെയ്യുന്ന പരോപകാരത്തിന്റെ വലുപ്പത്തിനനുസരിച്ച്, അതിന്റെ അളവിനനുസരിച്ച് അല്ലാഹു തആല ഒരു അടിമയെ തൊട്ട് വിഷമങ്ങൾ അകറ്റും. അത് ബർറ്, പുണ്യവാനാണെങ്കിലും ഫാജിറാണെങ്കിലും തെമ്മാടിയാണെങ്കിലും, പരോപകാരം ചെയ്യുന്നവൻ എത്ര മോശപ്പെട്ടവനാണെങ്കിലും നല്ലവനാണെങ്കിലും അവൻ ചെയ്ത ആ പ്രവൃത്തിയുടെ തോതനുസരിച്ച് അള്ളാഹു അവനെ വിഷമങ്ങളിൽ നിന്ന് രക്ഷിക്കും. വലാകിൻ ലിൽ മുഅ്മിനി മിൻഹാ അക്മലുൽ ഹദ്ദി വൻ നസീബ്, ഒരു മുഅ്മിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. ഫാജിറാണെങ്കിലും അള്ളാഹു അവന് പ്രതിഫലം നൽകും ദുനിയാവിൽ, അവന്റെ വിഷമങ്ങൾ അകറ്റിക്കൊടുക്കും. പക്ഷേ ഒരു മുഅ്മിനായിരിക്കും കൂടുതൽ ലഭിക്കുന്നത്. വയതമയ്യസു, കാരണം എന്താണ്? ഒരു മുഅ്മിൻ ചെയ്യുന്ന പരോപകാരം ഒരു ഫാജിർ അല്ലെങ്കിൽ ഒരു കാഫിർ ചെയ്യുന്ന പരോപകാരം പോലെയല്ല. ഒരു മുഅ്മിന്റെ പ്രവൃത്തികൾ അത് യതമയ്യസു, വേറിട്ട് നിൽക്കും. ബിഅന്ന ഇഹ്സാനഹു സാദിറുൻ അൻ ഇഖ്ലാസിൻ വഇഹ്തിസാബിൻ ലിതവാബിഹി, ഇഖ്ലാസോടെയും പ്രതിഫലേച്ഛയോടെയുമാണ് ഒരു മുഅ്മിൻ പരോപകാരം ചെയ്യുന്നത്. ഫയുഹവ്വിനു അല്ലാഹു അലൈഹി ബദ്ദൽ മഅറൂഫ് ലിമാ യർജൂഹു മിനൽ ഖൈർ, അതുകൊണ്ട് തന്നെ താൻ ചെലവഴിക്കുന്നത് ഒരു മുഅ്മിൻ നിസ്സാരമായി കാണും. അള്ളാഹു അവൻ നിസ്സാരമായി തോന്നിപ്പിക്കും. കാരണം അവൻ വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെ, നമ്മൾ വലിയ ലാഭമുള്ള ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അതിനുവേണ്ടി ചെലവഴിച്ച പണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമോ? നമ്മൾ 1 ലക്ഷം കൊടുത്തിട്ട് ഒരു സ്ഥലം വാങ്ങി, എന്നിട്ട് അത് 10 ലക്ഷത്തിന് വിറ്റാൽ, അല്ലെങ്കിൽ 10 ലക്ഷത്തിന് വിൽക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്ഥലം വാങ്ങുന്നത്. ഈ നഷ്ടപ്പെട്ട 1 ലക്ഷത്തെ കുറിച്ച് നമ്മൾ പിന്നെ ഓർക്കുമോ? ജീവിതത്തിൽ എന്തെങ്കിലും അന്ന് ഞാൻ 1 ലക്ഷം ചെലവാക്കിയല്ലോ എന്ന് ഒരിക്കലും ഓർക്കുകയില്ല. അതുപോലെയാണ് ഒരു മുഅ്മിന്റെ ഇഹ്സാൻ. കാരണം ആഖിറത്തിൽ ഇതിന്റെ 700 ഇരട്ടിയാണ്, 10 ഇരട്ടിയല്ല, 700 ഇരട്ടിയാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷിക്കുന്നവന് ഒരിക്കലും ഈ ചെലവഴിക്കുന്നത് അത് അവന് ഒരു ഭാരമുള്ളതായി തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിന്റെ ഇഹ്സാൻ കൂടുതലായിരിക്കും. വയദ്ഫഉ അൻഹുൽ മകാരിഹ ബിഇഖ്ലാസിഹി വഇഹ്തിസാബിഹി, അവന്റെ ഇഖ്ലാസ് കാരണം അല്ലാഹു കൂടുതൽ അവന് ആശ്വാസങ്ങൾ നൽകുകയും അവന്റെ പ്രയാസങ്ങൾ കൂടുതലായി അല്ലാഹു അകറ്റിക്കൊടുക്കുകയും ചെയ്യും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മനുഷ്യർ ചെയ്യുന്ന ചർച്ചകൾ, അവർ കൂടി ആലോചിക്കുന്ന നജ്വ, രഹസ്യ സംഭാഷണങ്ങൾ, അതിൽ ഒരു ഖൈറുമില്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, സ്വതക്കയുടെ കാര്യം അല്ലെങ്കിൽ പരോപകാരപ്രദമായ കാര്യങ്ങൾ, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക, ഇങ്ങനെ സ്വാലിഹായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ചർച്ചകൾ ഒഴികെ, അതിനുവേണ്ടിയുള്ള സംസാരം ഒഴികെ ബാക്കിയുള്ള ചർച്ചകളും മജ്ലിസുകളും ഒന്നും ഒരു ഖൈറുമില്ലാത്തതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, ആരാണോ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. കാരണം ഇത്തരം ചർച്ചകൾ മുസ്ലിമായ ആളുകളും ചെയ്യും, കാഫിറായ ആളുകളും ചെയ്യും, നല്ല ആളുകളും ചെയ്യും, ഫാജിറുകളും ചെയ്യും. അല്ലെ, പല ആളുകളും അവർ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും, ഈമാനില്ലാത്തവരായിരിക്കും, പക്ഷെ പരോപകാരം ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി അവർ പ്രവർത്തിക്കും. അവർ പല മീറ്റിങ്ങുകളും കൂടും, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാധുക്കളെ സഹായിക്കാൻ വേണ്ടി. ജാഹിലിയ കാലത്തിൽ അറബികൾ ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ജാഹിലിയത്തിൽ അറബികൾ കൂടിയിട്ട് ഹെൽഫുൽ ഫുദൂൽ എന്ന് അറിയപ്പെട്ട ഒരു കരാറുണ്ടാക്കി മക്കയിൽ വെച്ച്. അവരെല്ലാ കബീലയുടെയും പ്രതിനിധികൾ ഒരുമിച്ച് കൂടി രക്തത്തിൽ കൈമുക്കിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തു. എന്താണ്? മക്കയിൽ വന്ന് കച്ചവടത്തിനോ മറ്റോ വരുന്ന വിദേശികൾ, യമനിൽ നിന്നും ഷാമിൽ നിന്നും ഒക്കെ കച്ചവടത്തിന് വേണ്ടി വരുന്ന ആളുകൾ, അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ, അവരോട് എന്തെങ്കിലും അനീതി കാണിച്ചാൽ നമ്മൾ പ്രതികാരം ചെയ്യും, അവരുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു പിടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനതിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഈമാനില്ലാത്ത ആളുകളും ചെയ്യും. അതിലൊന്നും അങ്ങനെ ചെയ്യുന്ന
ആളുകൾ അവർ ഈമാനുള്ളവരാണെങ്കിൽ ഈമാനുള്ളവർ കൂടിയാണെങ്കിൽ അവർക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. ഷെയ്ഖ് പറയുകയാണ്, അല്ലാഹു തആല അറിയിക്കുന്നു അന്ന ഹാദിഹിൽ ഉമൂറ കുല്ലഹാ ഖൈറുൻ മിമ്മൻ സദറത് മിൻഹു. ഈ പറഞ്ഞ പ്രവൃത്തികൾ, ഇസ്ലാഹ് ഉണ്ടാക്കുക, സദഖ ചെയ്യുക, മഅറൂഫ് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങൾ ഖൈറാണ്. കാരണം ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും എന്നാണ് തുടങ്ങിയത്. വെറുതെ ഇരുന്ന് സംസാരിക്കുന്നതിൽ ഖൈറില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ഒഴികെ. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഖൈറുള്ള കാര്യങ്ങളാണ്. പിന്നീട് പറഞ്ഞു, ആരാണോ അത് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യുന്നത് അവർക്ക് പ്രതിഫലമുണ്ട്. അപ്പൊ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യാത്തവർക്കും ഖൈറുണ്ട്. ആര് ഈ കാര്യങ്ങൾ ചെയ്താലും അവർക്ക് അത് ഖൈറാണ്. വൽ ഖൈറു യജ്ലിബുൽ ഖൈറ വയദ്ഫഉ ശർർ. അങ്ങനെ ഒരു ഖൈർ ചെയ്താൽ അവർക്ക് അല്ലാഹു നല്ല പ്രതിഫലം നൽകും, ഷർറുകൾ അവർത്തിട്ട് അല്ലാഹു തടുക്കും. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഇഹ്സാൻ, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്, അതാര് ചെയ്താലും അതുകൊണ്ട് ഉപകാരമുണ്ടാകും. ആര് ചെയ്താലും അതുകൊണ്ട് അവർക്ക് ഉപകാരമുണ്ടാകും. എന്നാൽ ഇഖ്ലാസോടുകൂടി മുഅ്മിനായ ഒരാൾ അത് ചെയ്യുകയാണെങ്കിൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ, അവൻ കിട്ടുന്ന പ്രതിഫലം വലുതായിരിക്കും. കാരണം എന്താണ്? അവന്റെ പ്രതിഫലം ആഖിറത്തിലാണ്. മുഅ്മിൻ അല്ല ചെയ്യുന്നതെങ്കിലോ അവന്റെ പ്രതിഫലം ദുനിയാവിലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു കാഫിർ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അല്ലാഹു തആല അവനെന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും. ദുനിയാവിലെ എന്തെങ്കിലും വിഭവം അവന് കൊടുക്കും. അതായിരിക്കും അവന്റെ പ്രതിഫലം. അതുപോലെ അവൻ മനസ്സമാധാനം കൊടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കാണാം, ധാരാളം അമുസ്ലിങ്ങളായ ആളുകൾ പല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നത്. എന്തിനാണ് അവരിത് ചെയ്യുന്നത്? ആഖിറത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ, മതനിഷേധികളായിട്ടുള്ള, പരലോക നിഷേധികളായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സ്വതക്ക ചെയ്യുന്നത് കാണാം. ചില ആളുകൾ അവരുടെ ആദർശപ്രകാരം സ്വതക്കക്ക് പ്രസക്തിയില്ല. കാരണം പരലോകമില്ല, ദുനിയാവിലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്, സർവൈവർ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്. അപ്പൊ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലാത്തവരെ സഹായിക്കാൻ പാടില്ല അവരുടെ തിയറി പ്രകാരം. പക്ഷെ എന്നാലും അവർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്? അതിന് പ്രതിഫലം അവർക്ക് കിട്ടുന്നുണ്ട്. എന്താണ് പ്രതിഫലം? അല്ലാഹു തആല പറഞ്ഞതുപോലെ ദുനിയാവിൽ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു ദുനിയാവിൽ അവർക്ക് പ്രതിഫലം കൊടുക്കും. അവരനുഭവിക്കുകയാണ്. ഒരു സാധുവിനെ സഹായിച്ചാൽ അവർക്കൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്. ഒരു സാധുവിന് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അവരുടെ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർ സ്വതക്ക ചെയ്യുന്നത്, അല്ലെ? വിദേശ രാജ്യങ്ങളിലുള്ള, അമേരിക്കയിലൊക്കെയുള്ള ചില ആളുകളുടെ സ്വതക്ക നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. മുസ്ലിം അല്ലാത്ത ആളുകളുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ അവർ ഫണ്ട് ചെയ്യുന്ന ഓപ്പറേഷനൊക്കെ നടക്കുന്നത് സൗജന്യമായിട്ട്. എങ്ങനെയാണ് നടക്കുന്നത്? എന്തിനാണ് അവരിത് ചെയ്യുന്നത്? പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ അവർ സ്വന്തം നാട്ടിലാണ് ചെയ്യുക. ഇത്ര ദൂര നാട്ടിൽ അവരിങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ പൂർത്തീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. അവർക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട് ദുനിയാവിൽ പ്രതിഫലം. അപ്പൊ ഇങ്ങനെയുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത് മനസ്സമാധാനം ഉണ്ടാകാനുള്ള മാർഗമാണ്. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചാണ് അല്ലാഹു പ്രതിഫലം നൽകുക. അല്ലെ, മോഷ്ടിച്ചാൽ കൈവെട്ടും. കാരണം അധ്വാനിച്ച് തിന്നാൻ വേണ്ടി അല്ലാഹു തന്നതാണ് കൈ. അത് ഹറാമിന് വേണ്ടി ഉപയോഗിച്ചപ്പോ ആ കൈവെട്ടിക്കളഞ്ഞു. അതുപോലെ നന്മയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ. നോമ്പ് നോറ്റയാൾ അവന്റെ വായയുടെ ദുർഗന്ധം ഉണ്ടാകും. നോമ്പ് നോറ്റ് ഉച്ച കഴിഞ്ഞാലൊക്കെ വായ നാറ്റമുണ്ടാകും. അതിന് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നത് എന്താണ്? അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഈ ദുർഗന്ധം അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അള്ളാഹുവിന്റെ കണക്കിൽ ഇത് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. അപ്പൊ ഇങ്ങനെ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചായിരിക്കും പ്രതിഫലം ഉണ്ടാവുക. അപ്പൊ ദുനിയാവിൽ ഒരാൾ ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാക്കിയാൽ അവനെ സഹായിക്കുമ്പോൾ അവന് സമാധാനം ഉണ്ടാകും. ഒരു മിസ്കീൻ എന്തെങ്കിലും കൊടുത്താൽ അവന്റെ വിഷമങ്ങൾ മാറും. അങ്ങനെ വിഷമങ്ങൾ മാറിയാൽ അള്ളാഹു ഈ മനുഷ്യനും അതുപോലെ അതിന് തുല്യമായ പ്രതിഫലം നൽകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഹ്സാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാൻ എന്താണ്? സൃഷ്ടികളോടുള്ള ഇഹ്സാൻ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളോട് ചെയ്യുന്ന ഇഹ്സാനാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ ഉമ്മയോ ഉപ്പയോ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു നോക്കൂ. അവരെ അനുസരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ഈ മനസ്സിന്റെ വിഷമങ്ങൾ മാറും. കാരണം ഏറ്റവും വലിയ ഇഹ്സാനാണ് മാതാപിതാക്കളോട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ അടുത്തടുത്ത ബന്ധുക്കൾ, ഭാര്യമാർ, മക്കൾ, ഭർത്താവ്, ഇങ്ങനെ നമ്മുടെ ബന്ധം കൂടുതലുള്ളവരോട് ഇഹ്സാൻ ചെയ്യുന്നത് അതിനുള്ള പ്രതിഫലം കൂടുതലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, സനാഇഉൽ മഅറൂഫ് തഖി മസാരിഅസ് സൂ. സനാഇഉൽ മഅറൂഫ്, പരോപകാരം ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് തഖി, അത് സംരക്ഷിക്കും, അത്
തട്ടിയകറ്റും മസാരി അസു, മോശമായ പര്യവസാനത്തെ, അപകട മരണം, അതുപോലെ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള മസാരി അസു, ചീത്തയായ അവസാനങ്ങൾ, അതിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് സ്വനാഉൽ മഅറൂഫ്. ഇത് നമുക്ക് കാണാവുന്നതാണ്. പരോപകാരം ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് കൊടുക്കും. അവർ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. ഇത് അനുഭവമുള്ള കാര്യമാണ്, മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും അടക്കം. ഇതാണ് രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ മാർഗം, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക. ഒരു അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, അസ്അദുന്നാസ് മൻ അസ്അദന്നാസ. ജനങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ളവൻ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് സന്തോഷമുണ്ടാകും. അൽ അബ്ദു വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും, ഈ അടിമ മറ്റുള്ളവരെ സഹായിക്കുന്നിടത്തോളം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞത് കാണാം. അദ്ദേഹം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും, അതിനുവേണ്ടി കൂടുതലായി പരിശ്രമിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എളുപ്പമാവും. ഇതിൽ ഒന്നാമത് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് ദീനിയായ കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടിയാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ എളുപ്പമുണ്ടാകാൻ വേണ്ടി അല്ല മറ്റുള്ളവരെ സഹായിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മൾ സഹായിച്ച് അവർക്ക് സന്തോഷമുണ്ടാക്കിയാൽ അള്ളാഹു നമ്മെ സഹായിക്കും. ആ സഹായം എവിടെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്? ദീനിയായ കാര്യങ്ങൾ. ഇതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം ശൈഖ് പറയുന്നു, വമിൻ അസ്ബാബി ദഫ്ഇൽ ഖലഖ് അന്നാശിഇ അൻ തവത്തുൽ അഅസാബ് വഇസ്തിഗാലുൽ ഖൽബ് ബിബഅദിൽ മുഖദ്ദിറാത്ത്. മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ കാരണം ഉണ്ടാകുന്ന മോശമായ മാനസികാവസ്ഥ, മനസ്സിന്റെ വിഷമങ്ങൾ കാരണം, മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ കാരണം നമ്മുടെ അവസ്ഥകൾ മാറുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് അൽ ഇസ്തിഗാലു ബിഅമലിൻ മിനൽ അഅമാൽ. എന്തെങ്കിലും ഒരു അമൽ കൊണ്ട് തിരക്കിലാവുക. ഒരു അമൽ അത് ചെയ്ത് സ്വയം തിരക്കിലാക്കുക. മിനൽ അഅമാലി ബിഅമലിൻ മിനൽ അഅമാലി ഔ ഇൽമിൻ മിനൽ ഉലൂമിൻ നാഫിഅ. അല്ലെങ്കിൽ ഉപകാരമുള്ള എന്തെങ്കിലും ഒരു ഇൽമ് അത് പഠിച്ചുകൊണ്ട് സ്വയം തിരക്കിലാവുക. ഫഇന്നഹ തുൽഹിൽ ഖൽബ്. ആ ഇൽമും അമലും അതെന്തു ചെയ്യും? മനസ്സിനെ അശ്രദ്ധയിലാക്കും. അൻ ഇസ്തിഗാലിഹി ബിദാലിക്കൽ അംരില്ലദി അഖ്ലഖ. തനിക്ക് വിഷമമുണ്ടാക്കിയ ഈ കാര്യം എന്താണോ, എന്തുകൊണ്ടാണ് വിഷമമുണ്ടായത്, ആ വിഷമത്തെ മറക്കാൻ, അതിൽ നിന്ന് അശ്രദ്ധനാവാൻ ഈ കാര്യം സഹായിക്കും. വറുബ്ബമാ നസിയ ബിസബബി ദാലിക അൽ അസ്ബാബ് അല്ലതി ഔജബത് ലഹുൽ ഹമ്മ വൽ ഗം. ചിലപ്പോ എന്തുകൊണ്ടാണോ തനിക്ക് വിഷമമുണ്ടായത്, ആ വിഷമം തന്നെ മറന്നുപോകും, പൂർണ്ണമായിട്ട് മറക്കും. ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ ഒരു ഇൽമിലും അമലുമായി മശ്ഗൂലായാൽ, ബിസിയായാൽ, ഫഫരിഹത് നഫ്സുഹു, അങ്ങനെ അവന്റെ മനസ്സിന് സന്തോഷമുണ്ടാകും. വസ്ദാദ നശാത്തുഹു, അവന്റെ ഉന്മേഷം വർദ്ധിക്കും. വഹാദ സബബു അയ്ളൻ മുഷ്തറകും ബൈനൽ മുഅ്മിനി വഗൈരിഹി. ശൈഖ് പറയുകയാണ്, ഈ പറഞ്ഞ സബബും മുഅ്മിനും അല്ലാത്തവർക്കും ബാധകമാണ്. ഈ കിതാബ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ശൈഖ് മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും കൂടി വേണ്ടി എഴുതിയതാണ്, എല്ലാവർക്കും ഉപകാരം ഉണ്ടാകാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. കാരണം പല സ്ഥലത്തും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ ഉപകാരം ഈമാനുള്ളവർക്കേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമതായി അദ്ദേഹം ഈമാനിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇത് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും സാധിക്കുന്ന കാര്യമാണ്. വലാകിന്നൽ മുഅ്മിന യംതാസു ബിഈമാനിഹി വഇഖ്ലാസിഹി വഇഹ്തിസാബിഹി ഫി ഇസ്തിഗാലിഹി ബിദാലിക്കൽ ഇൽമി അല്ലദി യതഅല്ലമുഹു ഔ യുഅല്ലിമുഹു വഅമലിൽ ഖൈറിൽ ലദി യഅമലുഹു. പക്ഷേ ഒരു മുഅ്മിനാണെങ്കിൽ അവന് ഇഖ്ലാസ് ഉണ്ടാകും. അവൻ പഠിക്കുന്ന ഇൽമിന്റെ കാര്യത്തിലും ചെയ്യുന്ന അമലിന്റെ കാര്യത്തിലും അവന് ഇഖ്ലാസ് ഉണ്ടാകും. ഇൻ കാന ഇബാദതൻ ഫഹുവ ഇബാദ. ഈ പഠിക്കുന്ന ഇൽമ് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി അത് ദീനിയായ കാര്യമാണെങ്കിൽ, അദ്ദേഹം രണ്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദുനിയവിയായ ഇൽമും ദുനിയവിയായ ജോലികളും ഒക്കെ ഇതിൽപ്പെട്ടു. അത് ദീനിയായ ഇൽമും അമലുമാണെങ്കിൽ ഫഹുവ ഇബാദ, അത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു മുഅ്മിന് മാത്രമുള്ളതാണ്. വഇൻ കാന ശുഗ്ലൻ ദുനിയവിയൻ ഔ ആദതൻ ദുനിയവിയതൻ. ഇനി ദുനിയവിയായ ഒരു ജോലിയോ ഒരു ആദത്തോ, ആദത്ത് എന്നാണ് ഒരു ഹോബി, അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ അസ്ഹബഹ നിയ്യത സാലിഹത വഖസദ ഇസ്തിആനത ബിദാലിക അലാ തആത്തില്ലാഹ്. അപ്പോഴും ഒരു മുഅ്മിൻ മികച്ചു നിൽക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യും? ഈ പ്രവൃത്തി, ഈ ദുനിയവിയായ ഈ ജോലി അല്ലെങ്കിൽ ഈ വിനോദം, അതിലൊരു നിയ്യത്ത് വെക്കും. എന്തായിരിക്കും നിയ്യത്ത്? ഈ പ്രവൃത്തി അത് എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകാനും അതുപോലെ അതുവഴി ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന നിയ്യത്ത് വെച്ച് അവൻ അതിനെയും പ്രതിഫലാർഹമാക്കി മാറ്റും. ഫലിദാലിക അസറുൽ ഫആൽ. ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്തെങ്കിലും പഠിക്കുക, എന്തെങ്കിലും ജോലി ചെയ്യുക, അങ്ങനെ സമയം ഈ ചിന്തകളിൽ നിന്ന് മാറ്റി, നമ്മെ വിഷമിപ്പിക്കുന്ന ചിന്തകൾക്ക് സമയം കൊടുക്കാതെ മാറ്റുക എന്നുള്ളത് അതിന് വലിയ
ഫലമുണ്ടാകും ഫി ദഫ്ഇൽ ഹമ്മി വൽ ഗുമൂമി വൽ അഹ്സാൻ, ദുഃഖങ്ങളും വിഷമങ്ങളും അകറ്റുന്ന കാര്യത്തിൽ. ഫകം മിൻ ഇൻസാനിൻ ഉബ്തുലിയ ബിൽ ഖലഖി വ മുലാസമത്തിൽ അഖ്ദാർ, എത്ര ആളുകളുണ്ട് ടെൻഷനായി നടക്കുന്നവർ, മനോവിഷമങ്ങളും കൊണ്ട് നടക്കുന്നവർ. ഫഹല്ലത് ബിഹിൽ അംറാദ്, അതിന്റെ കാരണമായി അത് ഫലമായി രോഗങ്ങൾ ഉണ്ടാകും, ശാരീരികമായ രോഗങ്ങൾ പോലും ഉണ്ടാകും. ഫസാറ ദവാഉഹു നാജി', അങ്ങനെ അവന് ആ രോഗത്തിൽ നിന്ന് ശിഫ കിട്ടാൻ സബബായത് എന്താണ്? നിസ്യാനുഹു അസ്സബബ് അല്ലദി ഖദ്ദറഹു വ അഖലഖ, എന്തായിരുന്നു അവന് വിഷമുണ്ടാകാൻ കാരണം? ആ കാരണം മറന്നുപോയി, അത് മറന്നു കളഞ്ഞു. അങ്ങനെ അത് മറന്നപ്പോൾ അവൻ ശിഫയായി. വസ്തിഗാലുഹു ബിഅമലിൻ മിൻ മുഹിമ്മാതിഹി, ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം അതിൽ മുഴുകി. ഇത് കാരണം രോഗം മാറിയ എത്രയോ ആളുകളുണ്ട്, ശാരീരികമായ രോഗങ്ങൾ പോലും മാറിയിട്ടുള്ള ആളുകളുണ്ട്. വയംബഗി അൻ യകൂന ശുഗൽ, ഈ ശൈഖ് ഒരു കാര്യം പറയുകയാണ്, ഈ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ മുഴുകുക, ഒരു ജോലിയിലോ വിനോദത്തിലോ ഇൽമിലോ ഒക്കെ മുഴുകുക എന്ന് പറഞ്ഞുവല്ലോ, അതെന്തായിരിക്കണം? മിമ്മ തഅനസു ബിഹി നഫ്സു തഷ്താഖുഹു, അവന്റെ മനസ്സിന് അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. അത് വളരെ പ്രധാനമാണ്. മനസ്സിന് ഇണങ്ങിയ കാര്യമായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും. ഫഇന്ന ഹാദാ, ശൈഖ് പറയുകയാണ്, അങ്ങനെ മുഴുകുന്നത് മനസ്സിന് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ അതിൽ പണിയെടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ലക്ഷ്യം നേടാൻ ഏറ്റവും യോജിച്ചതാണ്. അല്ലെ, ഇപ്പൊ വായന, ഒരാൾക്ക് ഇഷ്ടം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് വായിക്കലാണ്, ചരിത്രം പഠിക്കലാണ് ഒരാൾക്ക് ഇഷ്ടം, അവന്റെ മനസ്സിൽ ചരിത്രം അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ചരിത്രത്തെക്കുറിച്ചുള്ള നല്ല നല്ല കിതാബുകൾ എടുത്ത് വായിക്കുക, അതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കുക, അതിനെക്കുറിച്ച് എഴുതുക, ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് പോവുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുന്യവിയായ കാര്യമാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രത്യേക കളി, അത് കളിക്കുക. അപ്പൊ ഈ മനസ്സിൽ വിഷമമുണ്ടാക്കിയ കാര്യം അവൻ മറക്കും. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അവൻ ഈ വിഷമങ്ങൾ മറന്ന് അവനെ ബാധിച്ച ഈ കാര്യം, ഈ മുസീബത്ത്, അത് അവന്റെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകും. ഹലാലായ കാര്യങ്ങളായിരിക്കണം ചെയ്യുന്നത് എന്ന് മാത്രം. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു മാർഗമാണ്. ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒഴിവു സമയം ഇല്ലാതെയാക്കുക എന്നുള്ളത് 50% മാനസിക രോഗങ്ങൾ മാറാൻ സഹായിക്കും എന്നാണ്. 50% മാനസിക രോഗികളും എന്തെങ്കിലും ഒരു പണിയെടുത്താൽ മാറുന്ന രോഗങ്ങളേ ഉള്ളൂ. ഒരു പണിയും ഇല്ലാതെ, ഒരു പണിയും കാര്യമായി ചെയ്യാതെ വിഷമമുണ്ടാക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതാണ് ധാരാളം ആളുകളുടെ മനോരോഗങ്ങളുടെ അടിസ്ഥാന കാരണം. ഇതിലൊരു മുസ്ലിമിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇബാദത്തുകളാണ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, നമസ്കാരം, അതുപോലെ സുന്നത്ത്, നോമ്പ്, തഹജ്ജുദ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇബാദത്തുകൾ ചെയ്താൽ തന്നെ ഒരു ദിവസം മുഴുവൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് നമുക്ക്. അമലുൽ യൗമി വൽ ലൈല എന്ന പേരിൽ ഉലമാക്കൾ എഴുതിയിട്ടുള്ള ഹദീസ് കിതാബുകളുണ്ട്. അത് നോക്കിയാൽ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യാനുള്ള പ്രവൃത്തികൾ, അമലുകൾ അതിലുണ്ട്. അത് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇൽമിന്റെ കാര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കുക, ഭാഷ പഠിക്കുക. ഇനി അതൊന്നുമല്ലെങ്കിൽ ദുനിയവിയായ എന്തെങ്കിലും ഒരു കാര്യം, ദുനിയവിയായ എന്തെങ്കിലും ഒരു ഇൽമ് ഒരാൾക്ക് താല്പര്യമുള്ളത്, അത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും, എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ചിലർക്ക് ഭാഷ പഠിക്കാനായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ടെക്നോളജി പഠിക്കാനായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ഹലാലായ വിനോദങ്ങളായിരിക്കും. അതെന്തായിരുന്നാലും അതിൽ സമയം കളയുക എന്നുള്ളത് ഈ വിഷമങ്ങൾ മാറാൻ സഹായിക്കും. നാലാമത്തെ മാർഗം ശൈഖ് പറയുന്നു, ഇങ്ങനെയുള്ള വിഷമങ്ങൾ മാറാനുള്ള മാർഗമാണ് ഇജ്തിമാഉൽ ഫിക്രി കുല്ലിഹി അലൽ ഇഹ്തിമാമി ബിഅമൽ യൗമിൽ ഹാദിർ. നമ്മൾ ജീവിക്കുന്ന ഈ ദിവസം, ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസം, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഈ ദിവസം, ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഈ ദിവസം, ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. വഖത്ഉഹു അനിൽ ഇഹ്തിമാമി ഫിൽ വഖ്തിൽ മുസ്തഖബൽ വഅനിൽ ഹുസ്നി അലൽ വഖ്തിൽ മാദി. ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയോ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കുകയോ ചെയ്യാതെ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. വലിഹാദ ഇസ്തആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ഹമ്മി വൽ ഹുസ്ൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹമ്മിൽ നിന്നും ഹുസ്നിൽ നിന്നും കാവൽ തേടിയത്. അതാണ് ഹമ്മ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ദോഷങ്ങളെ കുറിച്ച് ഓർത്തുള്ള വിഷമം, ആശങ്കകൾ, അതാണ് ഹമ്മ് എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം, അതിനാണ് ഹുസ്ന് എന്ന് പറയുന്നത്. ഫൽ ഹുസ്നു അലൽ ഉമൂരിൽ മാദിയ വൽ ഹമ്മു അല്ലദി യഹ്ദുസു ബിസബബിൽ ഖൗഫി ഫിൽ മുസ്തഖബൽ. ഇത് രണ്ടുമാണ് ഹമ്മ് ഹുസ്ന് എന്ന വാക്കിന്റെ അർത്ഥം. ഫയകൂനുൽ അബ്ദു ഇബ്ന യൗമിഹി. ഇത് വളരെ നല്ല ഒരു പ്രയോഗമാണ് ശൈഖ് നടത്തിയിരിക്കുന്നത്. ഒരു അടിസ്ഥാന തത്വമായി നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാവുന്ന കാര്യം. കുൻ ഇബ്ന യൗമിക്, ഇന്നിന്റെ മകനാവുക, ഇന്നത്തെ ഈ ദിവസത്തിന്റെ മകനാവുക എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയുമായി നടക്കുന്ന ഒരാളായി മാറുക.
ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടായി, അതിങ്ങനെ ഓർത്തോർത്ത് നടക്കാതെ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ആശങ്കപ്പെടാതെ ഇന്നെന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യം അത് മാത്രം ചിന്തിക്കുക. ഇതായിരിക്കണം നമ്മുടെ നയം. യജ്മഉ ജിദ്ദഹു വജ്തിഹാദഹു ഫി ഇസ്ലാഹി യൗമിഹി വവഖ്തിഹിൽ ഹാദിർ. ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം അത് നന്നാക്കാൻ വേണ്ടി, അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവന്റെ എല്ലാ കഴിവും ചെലവഴിക്കുക. ഫഇന്ന ജംഅൽ ഖൽബി അലാ ദാലിക യൂജിബു തക്മീൽ അൽ അഅമാൽ. അങ്ങനെ ചെയ്താൽ അവന്റെ അമലുകൾ പൂർത്തിയാകും, പൂർണ്ണതയിലെത്തും. വയതസല്ലാ ബിഹിൽ അബ്ദു അനിൽ ഹമ്മി വൽ ഹുസൻ. അങ്ങനെ ചെയ്താൽ അവൻ ഈ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. അല്ല, നമ്മുടെ പ്രശ്നം ഇതാണ്. നമ്മൾ ഏതൊരു അമൽ ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത. നമ്മൾ നമസ്കരിക്കാൻ നിന്നാൽ നാളത്തെ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്ത് നമ്മൾ ചെയ്ത തെറ്റുകളോ അല്ലെങ്കിൽ സംഭവിച്ച നഷ്ടങ്ങളോ, ഇങ്ങനെ പല ചിന്തകളുമായിരിക്കും. ഇത് രണ്ടും നമ്മൾ ചിന്തിച്ചിട്ട് ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇന്നലെ കഴിഞ്ഞത് കഴിഞ്ഞുപോയി. നാളെ സംഭവിക്കാനിരിക്കുന്നത് നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കുമോ അതോ വേറെ വല്ലതുമായിരിക്കുമോ നമുക്കറിയില്ല. ഇത് രണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് രണ്ടും ചിന്തിച്ചിട്ട് നമുക്ക് അനിവാര്യമായ കാര്യം നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലെ, ഇന്നത്തെ നമസ്കാരം അങ്ങനെ പോയി. ചിലപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ജമാഅത്തൊക്കെ നഷ്ടപ്പെടും. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിരുന്ന് ഫജറിനൊക്കെ എഴുന്നേറ്റിട്ട് അവിടെ കിടക്കൽ കിടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു വിഷമത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഉപകാരമില്ലാത്ത, തനിക്ക് യാതൊരു നിലക്കും മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് തനിക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം നഷ്ടപ്പെടുത്തി. അപ്പൊ ഇങ്ങനെയാവരുത് നമ്മുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅാ ബിദുആഇൻ വ അർശദ ഉമ്മതഹു ഇലാ ദുആഇൻ ഫഹുവ യഹുസ്സു على الجد والاجتهاد في التحقق لحصول ما يدعو بحصوله والتخلي عما كان يدعو لدفعه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ദുആ ചെയ്താൽ അല്ലെങ്കിൽ ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കണം, ഈ കാര്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഈ കാര്യം അത് നേടാൻ നമ്മൾ ശ്രമിക്കുക കൂടി വേണം. ഒരു കാര്യത്തിൽ നിന്ന് കാവൽ തേടുന്നുണ്ടെങ്കിൽ ആ കാര്യം സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക കൂടി വേണം. ഇത് പൊതുവായ നിയമമാണ്. എന്തൊരു കാര്യം ഒരു ഹദീസിൽ ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഒരാൾ ഇൽമ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പുസ്തകം ജീവിതത്തിൽ തുറന്നു നോക്കിയിട്ടില്ല, അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഹമ്മും ഹുസ്നും ഉണ്ടാകരുത് എന്നുള്ള ഈ ദുആ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ധാരാളമായി, വളരെ നല്ലൊരു ദുആയായി പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ഈ പഠിപ്പിക്കുന്ന കാര്യം അതിന്റെ സബബ് നമ്മൾ ചെയ്യണം. അതിന്റെ സബബ് എന്താണ്? ഹമ്മ് എന്ന് പറയുന്നതിന്റെ സബബ് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഹുസ്ൻ എന്നതിന്റെ സബബ് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ഈ ദുആ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഒരു അടിമ അവൻ തനിക്ക് ഉപകാരമുള്ള കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യണം. റബ്ബിനോട് സഹായം തേടുകയും ചെയ്യണം. അള്ളാഹുവിനോട് അതിന് ഇസ്തിആനത്ത് ചെയ്യുക, സഹായം തേടുക. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇഹ്റിസ് അലാ മാ യൻഫഉക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാര്യം കുൻ ഇബ്ന യൗമിക്, ഇന്നിന്റെ മകനാവുക എന്ന് പറഞ്ഞ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു രീതിയിൽ പഠിപ്പിക്കുകയാണ്. ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ ഹിർസ് കാണിക്കുക. ഹിർസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താല്പര്യം, വാശി, എനിക്കിത് കിട്ടിയേ തീരൂ എന്നുള്ള ചിന്ത, അത് നീ കാണിക്കുക. ഏത് കാര്യത്തിൽ? ഉപകാരമുള്ള കാര്യത്തിൽ. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയെക്കുറിച്ച് അതാണ് ഈ പറയുന്നത്. ഇന്നലെ കഴിഞ്ഞു പോയ കാര്യം അത് എന്നതിൽ പെടുവോ? ഒരിക്കലുമില്ല. നാളെ വരാനിരിക്കുന്ന കാര്യം, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അത് ഉപകാരമുള്ളത് എന്നതിൽ പെടുത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോ ഉപകാരമുള്ളതിനെ കുറിച്ച് ഹിർസ് കാണിക്കുക. വസ്തഇൻ ബില്ലാഹ്, അത് നേടാൻ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. വലാ തഅജസ്, ഞാൻ അശക്തനാണ്, എനിക്ക് കഴിയില്ല എന്ന് വിചാരിക്കരുത്. അള്ളാഹു സഹായിച്ചാൽ ഒരു കാര്യവും പ്രയാസമല്ല. വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ മുമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന ഫലമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കരുത്. വലാകിൻ ഖുൽ, നീ പറയുക ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച നഷ്ടങ്ങൾ, കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ ഈ തൊട്ട് മുമ്പത്തെ നിമിഷമടക്കം അതിൽപ്പെട്ടു. ഇന്നലെയും മിനിയാന്നും ഇന്ന് ഫജ്റും ഒക്കെ കഴിഞ്ഞുപോയ കാലം എന്ന് പറഞ്ഞതിൽപ്പെട്ടു. ഈ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ചിന്ത വരുമ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, അള്ളാഹുവിന്റെ വിധി അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫഇന്ന ലൗ, കാരണം ലൗ എന്ന് പറയാൻ തുടങ്ങിയാൽ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയാൻ തുടങ്ങിയാൽ തഫ്തഹു അമല ശൈത്താൻ, ശൈത്താന്റെ വാതിൽ അത് തുറക്കുകയാണ്. ഈ ഹദീസിൽ പറയുന്നത് നമ്മൾ പറഞ്ഞ ഷെയ്ഖ് ഇവിടെ പറഞ്ഞ ഈ കാര്യമാണ്. ഉപകാരമുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക, അതിലായിരിക്കണം നമ്മുടെ
അധ്വാനം. ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ അധ്വാനിക്കരുത്, അതിനുവേണ്ടി പണിയെടുക്കരുത്. ഇവിടെ ലൗ എന്ന് പറയരുത്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് യാതൊരു നിലക്കും നമുക്ക് ഉപകരിക്കുന്നതല്ല. ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഷേഖ് ഇവിടെ പറയുകയാണ്, തുടർന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ പദ്ധതികളും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് രണ്ടായി വേർതിരിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് എന്തെങ്കിലും സ്വാധീനമുള്ള മേഖലകൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് രോഗം വന്നു, നമുക്ക് ചികിത്സിക്കാം, നമുക്ക് ഈ രോഗം ശിഫയാകാനുള്ള മാർഗങ്ങൾ തേടാം, ഈ രോഗത്തിന്റെ അടയാളങ്ങൾ, അത് ഫലമായി ഉണ്ടായിട്ടുള്ള അനന്തരഫലങ്ങൾ, അത് കുറക്കാനുള്ള മാർഗങ്ങൾ തേടാം, കൂടുതൽ രോഗം മോശമാകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. അങ്ങനെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നമുക്ക് ദാരിദ്ര്യം വന്നു, നമുക്ക് കടം ബാധിച്ചു, അത് വീട്ടാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം, അധ്വാനിക്കാം, സമ്പാദിക്കാം, കച്ചവടം ചെയ്യാം. ഇങ്ങനെ മനുഷ്യന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ഇൽമ പഠിക്കാം. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഒരു നിലക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഒരാൾ മരിച്ചുപോയി, അയാൾ നമ്മൾ എന്ത് ചെയ്താലും ദുനിയാവിലേക്ക് തിരിച്ചു വരികയില്ല. അങ്ങനെ നമുക്ക് യാതൊരു റോളും ഇല്ലാത്ത മേഖലകളുണ്ട്. ഇതിൽ ഈ രണ്ട് മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഈ രണ്ടായി വേർതിരിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നമുക്ക് പ്രായം എത്രയായി, എനിക്ക് ഇത്ര വയസ്സായി, ഇത് നമുക്ക് പ്രായം കുറക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുപോലെയുള്ള ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? അപ്പൊ പഠിക്കുന്ന ഒരു കുട്ടി, കഴിഞ്ഞ വർഷം എനിക്ക് ഞാൻ ഹിഫ്ലാക്കി, ഇത്ര പഠിച്ചു, ഇത്ര ദിവസം ദർസ് മുടങ്ങാതെ പങ്കെടുത്തു. ഇതിൽ നമുക്കൊരു മാറ്റം പറ്റാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഇന്ന് എത്ര പഠിക്കണം, എത്ര ഹിഫ്ലാക്കണം, എത്ര ഓതണം, ഇത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് മേഖലകളുണ്ട്. ഇതിൽ രണ്ടിലും എന്ത് നിലപാടെടുക്കണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതിൽ നമുക്ക് കൈകടത്താൻ പറ്റുന്ന, നമുക്ക് ഇടപെടാൻ പറ്റുന്ന, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന മേഖലയിൽ നമ്മുടെ നയം എന്താണ്? ഇഹ്റിസ്, അതിൽ അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുക. വലാ തഅജസ്, അതിൽ ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറയരുത്. വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക. ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത്. ഇപ്പുറത്തോ നമ്മുടെ പ്രായം, നമ്മുടെ ആയുസ്, നമുക്ക് കഴിഞ്ഞുപോയ നഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വിഷമങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, അല്ലാഹു വിധിച്ചിരിക്കുന്നു, അതുപോലെ സംഭവിച്ചിരിക്കുന്നു. അതിൽ അല്ലാഹുവിന്റെ ഹിക്മത്തുണ്ടാകും. നമ്മൾ അറിയാത്ത, പ്രതീക്ഷിക്കാത്ത ഉപകാരങ്ങൾ, ഖൈറുകൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും എന്ന് വിചാരിച്ച് തൃപ്തിപ്പെടുക. ഇതാണ് ഒരു മുസ്ലിമിന്റെ നയം. അതാണ് ഷെയ്ഖ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ ആശയം അതാണ്. അഞ്ചാമത്തെ മാർഗം ഷെയ്ഖ് പറയുന്നു, വമിൻ അക്ബരിൽ അസ്ബാബി ലിൻശിറാഹി സ്വദ്രി വതുമഅനീനതിഹി, മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽപ്പെട്ട മറ്റൊരു കാരണമാണ് അൽ ഇക്സാറു മിൻ ദിക്രില്ലാഹ്, അല്ലാഹു തആലയെ ധാരാളമായി ഓർക്കുക, ദിക്ർ ചെയ്യുക. فإن لذلك تأثيرا عجيبا في انشراح الصدر وطمأنينته وزوال همه وغمه, മനസ്സമാധാനം ഉണ്ടാകുന്നതിലും മനോവിഷമങ്ങൾ അകറ്റുന്നതിലും ദിക്റിന് വലിയ സ്വാധീനമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, സംശയമില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്ർ കൊണ്ടാകുന്നു മനസ്സിന് തുമഅനീനത്തുണ്ടാവുക, ശാന്തതയുണ്ടാവുക. അല്ലെ, നമ്മുടെ ഖൽബ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ഖൽബിന് ആശ്വാസം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് മാത്രമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന് പല രൂപങ്ങളുണ്ട്. ദിക്റിന് അതിൽപ്പെട്ടതാണ് ഖുർആൻ പാരായണം. അല്ലെ, ഖുർആൻ പാരായണം ചെയ്താൽ സമാധാനം ഉണ്ടാകും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ഷിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ശിഫയായിക്കൊണ്ടാണ്, ശമനമായിക്കൊണ്ടാണ്, വറഹ്മ കാരുണ്യമായിക്കൊണ്ടാണ്. ഇവിടെ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാല് അറബി അറിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ പിന്നെ നഹു അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ എന്ത് തോന്നും? ഖുർആൻ അവതരിപ്പിച്ചു, ഖുർആനിൽ നിന്ന്, മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ചിലത് ഷിഫയുണ്ട്. അങ്ങനെയല്ല. ഈ മിൻ എന്ന് പറയുന്നത് ജിൻസ്, മിൻ അൽ ജിൻസിയ്യ. ഖുർആൻ എന്ന് പറയുന്ന വർഗം, ഖുർആൻ മുഴുവൻ എന്താണ്? ഷിഫ. ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഷിഫയായിക്കൊണ്ടാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഖുർആനിൽ ഓരോ ആയത്തും, ഇപ്പൊ റുഖ്യ ചെയ്യുമ്പോ, ഖുർആൻ ഓതി ശരീരത്തിൽ തടവുമ്പോ അതിൽ ഏറ്റവും നല്ലത് ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളും ആയത്തുൽ കുർസിയും മുഅവ്വിദതൈനും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ തന്നെയാണ്. പക്ഷെ ഖുർആൻ ഏത് ആയത്തും നമുക്ക് ഓതാം. ഖുർആൻ മുഴുവനും
ഷിഫയാണ്. അതിന് തെളിവാണ് ഈ ആയത്ത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഫഹുവ ശിഫാഉൻ മിനശ് ശിർക്കി വശക്ക്. ഇത് ഷിർക്കിൽ നിന്നും സംശയങ്ങളിൽ നിന്നും മറ്റെല്ലാ തരത്തിലുള്ള മാനസികമായ രോഗങ്ങളിൽ നിന്നും ശാരീരികമായ രോഗങ്ങളിൽ നിന്നും എല്ലാത്തിനുമുള്ള ശിഫയാണ് വിശുദ്ധ ഖുർആൻ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധം. അല്ല, അല്ലാഹു തആല ഇത്രയും വലിയ ഒരു ശിഫ നമുക്ക് അവതരിപ്പിച്ചിട്ട് ഇത് നമ്മൾ ഉപകാരപ്പെടുത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുറവാണ് ഖുർആൻ ഉപകാരപ്പെടുത്തുന്ന കാര്യം. ശിഫക്ക് വേണ്ടി അല്ല, ശാരീരികമായ രോഗങ്ങൾക്കാണെങ്കിലും ഒരു രോഗം വന്നാൽ അതെന്താണെങ്കിലും നമുക്ക് മരുന്ന് കുടിക്കാം, അതോടൊപ്പം ഖുർആൻ കൊണ്ട് റുഖ്യ ചെയ്യുക. മാനസികമായ രോഗങ്ങൾക്ക് മാത്രമല്ല, ശാരീരികമായ രോഗങ്ങൾക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഖുർആനെ ഹജ്ർ ചെയ്യുന്നതിന്റെ അല്ലെ പരലോകത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക് ഖുർആൻ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഖൗമ ഖുർആനെ ഹജ്ർ ചെയ്തിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നത്, ഖുർആനെ ഹജ്ർ ചെയ്യുക, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് 5 രൂപങ്ങളുണ്ട്. ഒന്ന്, ഖുർആൻ കേൾക്കാത്ത അവസ്ഥ, ഖുർആൻ കേൾക്കാൻ താല്പര്യമില്ല, കാഫിറുകളുടെ സ്വഭാവമാണ്. വഖാല ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി. ഖുർആൻ ഓതിയാൽ നിങ്ങൾ കേൾക്കരുത് എന്ന് മക്ക മുശ്രിക്കുകൾ പറയുമായിരുന്നു. രണ്ടാമത്തേത്, ഖുർആൻ ഓതാൻ താല്പര്യമില്ലാത്തവർ ഖുർആൻ ഓതുകയില്ല. മൂന്നാമത്തേത്, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയില്ല. നാലാമത്തേത്, ആദമു തഹാക്കുമ ഇലൈഹി, ഖുർആനിലേക്ക് വിധി തേടുകയില്ല. തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, എന്തെങ്കിലും ഒരു മസലയിൽ തമ്മിൽ ഭിന്നിപ്പുണ്ടായി, അത് ഇബാദത്തിന്റെ കാര്യമാവാം, കച്ചവടത്തിന്റെ കാര്യമാകാം, നിക്കാഹിന്റെയോ തൊലാഖിന്റെയോ കാര്യമാകാം. അപ്പോ നാട്ടിലെ കോടതിയും അല്ലെങ്കിൽ നാട്ടു നടപ്പും ഒക്കെ അനുസരിച്ച് വിധിക്കും. അല്ല, തഹാക്കുമു ഇലൈഹി, അള്ളാഹുവിന്റെ വിധി അന്വേഷിക്കുക. എന്താണ് ഈ മസലയിൽ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, ഈ വിഷയത്തിൽ എന്താണ് ഖുർആന്റെ ഹുക്ം, എന്താണ് സുന്നത്തിന്റെ ഹുക്ം എന്ന് അന്വേഷിക്കുക. അത് അന്വേഷിക്കാതിരിക്കുന്നത് ഹജ്റുൽ ഖുർആൻ, ഖുർആനെ ഉപേക്ഷിക്കുന്നതിൽപ്പെട്ടതാണ്. അഞ്ചാമത്തേത്, ഹജ്റുൽ ഇസ്തിശ്ഫാഇ ബിഹി, ഖുർആൻ കൊണ്ട് ശിഫ തേടാതെ ഇരിക്കുക. ഖുർആൻ ശിഫ എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക, അത് ഖുർആനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇത്രയും വലിയ ഒരു മരുന്ന് അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ട് നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഒരേ സമയം ഒരു തെറ്റ്, ദീനിയായ ഒരു തെറ്റും അതോടൊപ്പം ഒരു വിഡ്ഢിത്വവും കൂടിയാണ്, വലിയ അബദ്ധമാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് എന്താണ്, അള്ളാഹു ശിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിഫയാണ്. അല്ലെ, നമുക്കൊരു രോഗം വന്നു, ക്യാൻസർ ബാധിച്ചു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാരകമായ രോഗം വന്നു, മാനസികമായ വിഷമങ്ങളുണ്ടായി, ഇങ്ങനെ എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അതിന് നമുക്ക് ഭൗതികമായ ചികിത്സ തേടാം, മരുന്ന് കുടിക്കാം. പക്ഷെ ഏതൊരു മരുന്നിനേക്കാളും വലിയ ശമനമാണ്, ശിഫയാണ് അള്ളാഹുവിന്റെ കലാം. അപ്പോ നമ്മൾ ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതാണ് നമ്മൾ കൂടുതൽ അവലംബിക്കേണ്ടത്? സംശയമില്ല, അത് വിശുദ്ധ ഖുർആനാണ്. അത് തന്നെ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യണം, തദബ്ബുറോടുകൂടി, മനസ്സിൽ തെറ്റി ഖുർആൻ ഓതണം. ഓതി തീർക്കാൻ വേണ്ടിയല്ല, പേജ് എണ്ണിക്കൊണ്ടാണ് നമ്മൾ ഓതുക സാധാരണ, ഖത്തം തീർക്കാൻ വേണ്ടി. അത് ആവശ്യമാണ്, ഓരോ ഹർഫിനും പ്രതിഫലമുണ്ട്, അതിനുവേണ്ടി ഓതാം. പക്ഷേ മനസ്സിന്റെ ഈ രോഗങ്ങൾക്ക് ശിഫ കിട്ടണമെങ്കിൽ തദബ്ബുറോടുകൂടി ഖുർആൻ ഓതണം, ആശയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. ചില മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരൊറ്റ ആയത്ത് രാത്രി മുഴുവൻ ഓതിയതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ മുൻഗാമികളുടെ ജീവിതത്തിൽ കാണാം, ഓരോ ആയത്ത്, 1-2 ആയത്തുകളൊക്കെ ആവർത്തിച്ച് ഓതിയതായി, 100 പ്രാവശ്യം അതിൽ കൂടുതലൊക്കെ ഓതിയതായി. അപ്പൊ ഇങ്ങനെ അർത്ഥമറിഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്നുള്ളത് അത് മനസ്സിന് ശിഫയുണ്ടാക്കുന്ന കാര്യമാണ്. ചിലപ്പോ അനുഭവപ്പെടാറുണ്ട്, ഖുർആനിലെ ഒരായത്ത് മാത്രം കേൾക്കുമ്പോൾ അതിന് കൂടുതലൊരു മനസ്സിൽ അത് സ്വാധീനിക്കും. ഇപ്പൊ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസിൽ ഒറ്റ ആയത്ത് മാത്രം അല്ലെങ്കിൽ 2 ആയത്തുകൾ അതിന്റെ അർത്ഥവും എഴുതിയിട്ട് ഉള്ള വീഡിയോകൾ കാണും. അത് കാണുമ്പോൾ അത് മനസ്സിൽ തട്ടുന്നത് പോലെ തോന്നാറുണ്ട്. അതെന്താണ് കാരണം? എനിക്ക് തോന്നുന്നത് അവിടെ നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് ചിന്തിക്കും, കുറച്ചെങ്കിലും ചിന്തിക്കും. തുടർച്ചയായി ഓതുമ്പോ നമ്മൾ തീരെ ചിന്തിക്കുന്നില്ല. ഓരോ ആയത്തും ഓതി നിർത്തി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അടുത്ത ആയത്ത് ഓതുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ തട്ടും. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യും. ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വേറെ ഒന്നുമില്ല, അടുത്ത ആയത്ത് ഓതണം എന്ന ചിന്തയില്ല, കാരണം ഈ ആയത്തോടു കൂടി തീർന്നു. അപ്പൊ നമ്മൾ ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, കുറച്ച് സമയമെങ്കിലും, ഏതാനും നിമിഷങ്ങളെങ്കിലും. മറ്റേ നമ്മൾ മുസഹഫ് എടുത്ത് ഓതുമ്പോൾ നമ്മൾ ഒരു നിമിഷം പോലും അവിടെ നിൽക്കുന്നില്ല, നമ്മളങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കണം, തദബ്ബുർ വേണം. അത് തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുക, അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. ഇത് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റിൽ ഏറ്റവും പ്രധാനമാണ് ഖുർആൻ. പിന്നെ മറ്റുള്ള ദിക്റുകൾ, തസ്ബീഹ്, അല്ലെ, സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ വാചകത്തെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പം.
സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്നത്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്കുകൾ പറഞ്ഞു നടന്നാൽ അത് ധാരാളമായി പറയുന്ന ഒരാൾ, അവനെ അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവന് മനസ്സമാധാനം നൽകും, അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ അള്ളാഹു നന്നാക്കും. അപ്പൊ ദിക്ർ എന്നുള്ളത് മനസ്സിന് സമാധാനം ഉണ്ടാകാൻ ഏറ്റവും നല്ല മാർഗമാണ്. അടുത്ത മാർഗം, ആറാമത്തെ ഒരു സബബ് ഷെയ്ഖ് പറയുന്നത്, വകദാലിക തഹദ്ദുതു ബിനിഅമില്ലാഹി ളാഹിറത്തി വൽ ബാത്തിന, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് സംസാരിക്കുക. ലാഹിറായ നിഅമത്തുകളാണെങ്കിലും ബാത്തിനായ നിഅമത്തുകളാണെങ്കിലും, ലാഹിർ എന്ന് പറഞ്ഞാൽ ബാഹ്യമായി കാണുന്നത്, ബാത്തിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള, നമുക്ക് ലാഹിറായി കാണാത്തത്. ഇപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളാക്കി, അള്ളാഹു നമുക്ക് ഈമാൻ തന്നു, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുന്നത്തിലേക്ക് ഹിദായത്ത് നൽകി. ഇതൊക്കെ ബാത്തിനായ നിഅമത്തുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. അങ്ങനെ ചിന്തിച്ചാൽ വയഹസ്സുൽ അബ്ദ അല ശുക്ർ, എന്തുണ്ടാകും? ശുക്റുണ്ടാകും. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമ്മൾ ഓർത്താൽ അള്ളാഹുവിനോട് നമുക്ക് നന്ദി തോന്നും. അല്ലദി ഹുവ അർഫഉൽ മറാത്തിബി വ അഅലാഹാ, ശുക്ർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉയർന്ന സ്ഥാനമാണ്, വലിയ ദർജയാണ്. ഹത്താ വലൗ കാന അൽ അബ്ദു ഫി ഹാലത്തി ഫഖ്റിൻ ഔ മറദിൻ ഔ ഗൈരിഹിമാ മിൻ അൻവാഇൽ ബലായ, ദാരിദ്ര്യമോ രോഗമോ അങ്ങനെ എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ച അവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. فإذا قابل بين نعم الله عليه التي لا يحصى لها عدا ولا حسابا وبين ما أصابه من مكروه, അങ്ങനെ പ്രയാസമുള്ള സാഹചര്യത്തിലുള്ള ഒരാൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും തന്നെ ബാധിച്ചിരിക്കുന്ന ഈ പ്രയാസങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ ലം യകുൽ ലിൽ മക്റൂഹി ഇല നിഅമി നിസ്ബ, അവന്റെ ജീവിതത്തിലുള്ള ഈ മുസീബത്തുകളും ഈ അനുഗ്രഹങ്ങളും തമ്മിൽ യാതൊരു, ഈ മുസീബത്തുകൾ അവന്റെ അടുത്തുള്ള അനുഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഒന്നുമാവുകയില്ല. അതിന്റെ ഒരു ശതമാനം പറയാൻ പോലും സാധിക്കുകയില്ല. ആ നിഅമത്തുകളുടെ 1% മുസീബത്ത് എന്ന് പറയണമെങ്കിൽ 1% വേണം, അങ്ങനെ പോലും പറയാൻ സാധിക്കുകയില്ല. ബലിൽ മക്റൂഹു വൽ മസായിബു ഇദ ഇബ്തല അല്ലാഹു ബിഹൽ അബ്ദ വഅദ്ദാ ഫീഹാ വദീഫത അസ്സബ്രി വൽറിള വത്തസ്ലീം എന്ന് മാത്രമല്ല, ഈ 1% അല്ലെങ്കിൽ 1/2% വരുന്ന മുസീബത്തുകൾ, അല്ല ഒരു കണക്കെടുക്കുക, മുസീബത്ത് ബാധിച്ചവൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടായ മുസീബത്തുകളും അവൻ അനുഭവിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ നിഅമത്തുകളും, അപ്പൊ 1% പോലും ഉണ്ടാവുകയില്ല. ഈ ഉള്ള 1/2% അത് തന്നെ അവൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള സബറും റിള, അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയും ഒക്കെ പാലിക്കുകയാണെങ്കിൽ ഹാനത് വത്അതുഹാ വഖഫ വഖഉഹാ, അതിന്റെ ആഘാതം ഒന്നുകൂടി കുറയും. وكان تأميل العبد لأجلها وثوابها والتعبد لله بالقيام بوظيفة الصبر والرضا, അങ്ങനെ അവൻ ചെയ്താൽ, സബറും തൃപ്തിയും ഒക്കെ കാണിച്ചാൽ ഈ മുസീബത്തുകളുടെ ആഘാതം കുറയുമെന്ന് മാത്രമല്ല, യദഉൽ അശ്യാഅൽ മുർറത ഹുൽവ, കയ്പുള്ള കാര്യങ്ങൾ മധുരമായി മാറും. അവനെ ബാധിച്ച ഈ രോഗം അല്ലാഹു തന്നതാണല്ലോ എന്നോർത്ത് അവൻ സന്തോഷിക്കും. ഫതുൻസിഹി ഹലാവതു അജ്രിഹ മറാറത സബ്രിഹ, അതിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള മധുരം, അതിന്റെ ഈ മുസീബത്തിൽ സബർ കാണിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തിന്റെ മധുരം ആ സബറിന്റെ കയ്പിനെ മറപ്പിക്കും. സബർ കാണിക്കാൻ വേണ്ട പ്രയാസത്തെ അത് മറപ്പിക്കും. ഇത് നമുക്ക് ദുനിയാവിൽ അനുഭവമുള്ള കാര്യമാണ്, അല്ലെ? നമ്മൾ വളരെ കഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, വളരെ അധ്വാനം വേണ്ട ജോലികൾ, ജീവൻ പോലും അപകടത്തിലാകുന്ന ജോലികളൊക്കെ ആളുകൾ ചെയ്യുന്നു. ദീർഘകാലം വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്നു. എങ്ങനെയാണ് മനുഷ്യന് ഇതൊക്കെ സാധിക്കുന്നത്? അവര് മനസ്സിൽ ഓർക്കുന്നുണ്ട് നാട്ടിലുള്ള തങ്ങളുടെ കുടുംബത്തെ കുറിച്ച്. പിന്നീട് ഈ 2 വർഷം കഴിഞ്ഞിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച്, ഈ ഹലാവത്ത്, ഭാവിയിൽ വരാനിരിക്കുന്ന ഈ സന്തോഷം, അത് ഈ പറയുന്ന ശാരീരികമായ അധ്വാനവും അതുപോലെ തന്നെ മറ്റുള്ള കഷ്ടപ്പാടുകളും മറക്കാൻ കാരണമാകുന്നു. അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി ഉറക്കം കളഞ്ഞ് പഠിക്കുന്നവരുണ്ട്. എന്തിനാണ് അവർ പഠിക്കുന്നത്? വലുതായിട്ട് ഡോക്ടർ ആവണം, അതിൽ വലിയ എന്തെങ്കിലും സ്ഥാനത്തെത്തണം, ഇങ്ങനെയുള്ള ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ദുനിയവിയായ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്കറിയാം. അത് നമ്മൾ ദീനിന്റെ കാര്യത്തിൽ പാലിക്കുക, ദീനിന്റെ കാര്യത്തിൽ പ്രയോഗിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബാധിച്ചിരിക്കുന്ന ഈ മുസീബത്ത് അത് എത്രയോ നിസ്സാരമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തു നോക്കിയാൽ അതൊന്നുമല്ല. ആ ചെറിയ നിസ്സാരമായ ഈ മുസീബത്തുകൾ തന്നെ കുറച്ച് സബർ കാണിച്ചാൽ അതും നമുക്ക് നല്ലതാക്കി മാറ്റാം. അതിന്റെയും പരിണത ഫലം നമുക്ക് ഖൈറാക്കി മാറ്റാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഷർറും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ഓർക്കുക എന്നുള്ളത്. അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ,
അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണിയാൽ എണ്ണിത്തീരുകയില്ല. ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ. പക്ഷെ മനുഷ്യൻ അവൻ അക്രമിയും നന്ദി കെട്ടവനുമാകുന്നു. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആരോഗ്യം, അതിനു മുമ്പ് ദീൻ നമ്മൾ മുസ്ലിമാക്കി എന്നുള്ളത്, അതിലും വലിയ നിഅമത്ത് എന്താണുള്ളത് അല്ലെ? ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും അത് നമ്മൾ മുസ്ലിമായി മുവഹിദായി എന്ന നിഅമത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. ഒരു ഹദീസിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ യുഅ്താ ബി അൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാരി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ചിട്ടുള്ള നരകാവകാശിയെ കൊണ്ടുവരും. ആ നരകാവകാശികളുടെ കൂട്ടത്തിൽ രാജാക്കന്മാരുണ്ടാകും, ഭരണാധികാരികളുണ്ടാകും, പണക്കാരുണ്ടാകും, സുന്ദരന്മാരും സുന്ദരികളും എല്ലാവരും ഉണ്ടാകും നരകത്തിൽ. ഈ സുഖിയന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും സുഖിച്ചിട്ടുള്ളവൻ അവനെ കൊണ്ടുവരും. എന്നിട്ട് നരകാവകാശികളിൽ നിന്ന് ഏറ്റവും സുഖിച്ചിട്ടുള്ള ആൾ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ്. ഫയുസ്ബഗുസബഗതൻ ഫിന്നാർ, അവൻ നരകത്തിൽ ഒന്ന് പ്രവേശിപ്പിച്ചു, ഒരു നിമിഷം നരകത്തിൽ പ്രവേശിപ്പിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ഹൽ റഅയ്ത നഈമൻ ഖത്ത്, നീ എന്തെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ ദുനിയാവിൽ എന്ന് അവനോട് ചോദിക്കും. അവൻ പറയും, മാ റഅയ്തു നഈമൻ ഖത്തു, ഒരു സുഖവും ഞാൻ ദുനിയാവ് അനുഭവിച്ചിട്ടില്ല. ഈ ഒരു മുക്കലോട് കൂടി അവൻ മറന്നു അവൻ അനുഭവിച്ച സുഖങ്ങളെല്ലാം. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഫയുഅ്താബി അബ്അസി അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികൾ വെച്ച് ഏറ്റവും കൂടുതൽ ദുനിയാവിൽ പ്രയാസം അനുഭവിച്ചിട്ടുള്ള ആളെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവനോട് ചോദിക്കും, അവൻ രോഗങ്ങൾ അനുഭവിച്ചിരിക്കാം, ദാരിദ്ര്യം അനുഭവിച്ചിരിക്കാം, അപമാനം അനുഭവിച്ചിരിക്കാം, എല്ലാം അവനോട് ചോദിക്കും. അവനെ സ്വർഗത്തിൽ ഇതുപോലെ ഒന്ന് പ്രവേശിപ്പിച്ച് പുറത്തെടുത്തിട്ട് ചോദിക്കും, ഹൽ റഅയ്ത ശിദ്ദതൻ ഖത്ത് ഹൽ മർറ ബിക ബുഅ്സുൻ ഖത്ത്, എന്തെങ്കിലും പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത്? ഇവനെല്ലാം മറന്നിട്ടുണ്ട്. അവൻ പറയും, മാ റഅയ്തു ബുഅ്സൻ ഖത്ത്, കഷ്ടപ്പാട് എന്താണ്, പ്രയാസം എന്താണ് എന്ന് എനിക്ക് അറിയില്ല, എല്ലാം മറന്നുപോയി. അപ്പൊ മുസ്ലിമായി എന്നുള്ളതാണ് സ്വർഗത്തിനുള്ള ഷർത്ത്. മുഅ്മിനായി മുവഹിദായി എന്നുള്ളതാണ്, ഈമാനോടെ മരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി മരിക്കുന്ന ഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ സംഭവിച്ചാൽ അവൻ ഈ ദുനിയാവിലെ വിഷമങ്ങളെല്ലാം മറന്നു. ദുനിയാവിലെ എല്ലാ വിഷമങ്ങളും തൗഹീദിന്റെ മുന്നിൽ ഒന്നുമല്ല. ദുനിയാവിലെ എല്ലാ മുസീബത്തുകളും തൗഹീദിന്റെ മുന്നിൽ ഒന്നുമല്ല. ദുനിയാവിലെ എല്ലാ സുഖങ്ങളും കുഫറിന്റെ മുന്നിൽ ഒരു നിഅമത്തുമല്ല. അപ്പോ അള്ളാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, തൗഹീദ്, ഇസ്ലാം, മുസ്ലിമാക്കിയെന്നത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ പലതരത്തിലുണ്ട്, നമുക്കറിയാം. ശരിയായ സുന്നത്തിന്റെ അഖീദ പിന്തുടരുന്ന ആളുകളുണ്ട്, വഴിപഴച്ച കക്ഷികളുണ്ട്. അതുപോലെ തന്നെ മാസിയത്തുകൾ, വൻപാപങ്ങൾ മുങ്ങിക്കുളിച്ച ആളുകളുണ്ട്, തൗബ ചെയ്യാതെ വൻപാപങ്ങൾ തുടർന്നു പോകുന്ന ഫാജിറുകളുണ്ട്. അള്ളാഹു തആല നമ്മെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി. ഏറ്റവും കുറഞ്ഞത് പരസ്യമായിട്ട് വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകളല്ല നമ്മൾ എന്തെങ്കിലും വിചാരിക്കാം. അങ്ങനെയുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നൽകി. അള്ളാഹുവിന്റെ സത്ർ, അവന്റെ മറ കൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കുറവുകൾ അള്ളാഹു മറച്ചു വെച്ചു തന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, പിന്നെ ആരോഗ്യം, സമാധാനം, നിർഭയത്വം. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി, ആരാണോ നേരം വെളുക്കുമ്പോ അവന്റെ അയൽവാസികളിൽ നിന്നൊന്നും ഒരു അപകടം ഭയക്കാതെ നിർഭയത്വത്തോടുകൂടി എഴുന്നേൽക്കുന്നത്, ആരെങ്കിലും ഒന്ന് കൊല്ലുമെന്ന് പേടിയില്ലാതെ, യുദ്ധവും കലാപവും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എഴുന്നേൽക്കുന്നത്. മുആഫൻ ഫി ജിസ്മിഹി, അവന്റെ ശരീരത്തിൽ കാര്യമായ രോഗങ്ങളില്ലാതെ ആഫിയത്തോടുകൂടി. വഇൻദഹു ഖൂതു യൗമിഹി, അന്ന് വൈകുന്നേരം വരെ കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്. ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹ, ദുനിയാവിന്റെ എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടി അവന് കൊടുത്തതുപോലെയാണ്. അതിൽ കൂടുതൽ ഒന്നുമില്ല ഈ ദുനിയാവിൽ. ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെയാണ്. അപ്പോ ദുനിയാവിൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതൊക്കെ. നിഅമത്ത്, അമ്ന് എന്ന് പറയുന്നത്, അതുപോലെ ആഫിയത്ത് എന്ന് പറയുന്നത്, അതുപോലെ ഖൂതുൽ യൗം, ഒരു ദിവസത്തെ ഭക്ഷണം. ഈ നിഅമത്തുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് ശുക്ർ, നന്ദി നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അവിടുന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഹദീസിൽ കാണാം. അൽഹംദുലില്ലാഹി അല്ലദി അതാമന വസഖാന വകഫാന വആവാന. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സ്തുതി. എങ്ങനെയുള്ളവൻ? അല്ലദി അതാമന, നമുക്ക് ഭക്ഷണം തന്നു, വസഖാന, കുടിക്കാൻ വെള്ളം തന്നു, വകഫാന, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നു, വആവാന, നമുക്ക് അഭയം തന്നു, ഉറങ്ങാനുള്ള സ്ഥലം തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ചിരുന്നത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ അള്ളാഹുവിന്റെ സംരക്ഷണം എന്തായിരുന്നു? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വീടെന്തായിരുന്നു? നമുക്കറിയാവുന്നതാണ്. ഭക്ഷണം, വളരെ രുചികരമായ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുമായിരുന്നില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കട്ടിയുള്ള
ഖുബ്സായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, വലഖദ് റഅയ്തു നബിയക്കും വലാ യജിദു മിന ദഖ്ലി മാ യംലഉ ബത്നഹു. ദഖൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ കാരക്ക, റദീഉ തംർ, ഏറ്റവും നിലവാരം കുറഞ്ഞ ഈത്തപ്പഴം, അതുകൊണ്ട് വയർ നിറക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്കറിയാം, 1-2 മാസങ്ങൾ തീ പുകയാതെ, അടുപ്പിൽ തീ പുകയാതെ കഴിഞ്ഞു പോകാറുണ്ട്. ഒരു അതിഥി വന്നപ്പോൾ, മക്കയിലല്ല മദീനയിലെത്തിയതിനു ശേഷമാണ് ഈ പറയുന്നത്, ഒരു അതിഥി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, ആരുടെ വീട്ടിലാണ് ഇയാൾക്ക് കൊടുക്കാൻ ഭക്ഷണമുള്ളത്. ഓരോ ഭാര്യമാരും 9 പേരും ഒരാൾക്ക് ശേഷം അടുത്തയാൾ, ഓരോ വീട്ടിലും എന്താണ് മറുപടി? മാ ഇൻദനാ ഇല്ലൽ മാഉ വത്തംർ, വെള്ളവും തമ്രും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. അതുപോലെ വീട് നമുക്കറിയാം, വളരെ ചെറിയ വീടുകളായിരുന്നു. ഇങ്ങനെയുള്ള റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽഹംദുലില്ലാഹി അതമന സഖാന കഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവി. എത്ര ആളുകളുണ്ട് അവനൊരു സംരക്ഷകനില്ലാതെ, അവന് കിടന്നുറങ്ങാൻ വീടില്ലാതെ എത്ര ആളുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുപോലെ ഒരു ദുആയിൽ കാണാം, ഹദീസിൽ വന്നിട്ടുള്ള ഒരു ദുആയിൽ, ലാ ഉഹ്സി സനാഅൻ അലൈക, അല്ലാഹുവേ നിന്നെ പുകഴ്ത്താൻ എനിക്ക് വാക്കുകളില്ല, നിന്നെ പുകഴ്ത്തി തീർക്കാൻ സാധിക്കുകയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സി, നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ നിന്നെ പുകഴ്ത്താൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇത് ആലങ്കാരികമായി പറഞ്ഞതല്ല, അതിശയോക്തി പറഞ്ഞതല്ല, യാഥാർത്ഥ്യമാണ്. കാരണം അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങൾ ഇതാണ്. കിടന്നുറങ്ങാൻ ഒരു വീട്, ആ വീടില്ലാത്തവനും വീടുള്ളവനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഈ വീടുള്ളവനും ലോകത്ത് ഏറ്റവും വലിയ വീടുള്ളവനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിലേതാ കൂടുതൽ? ആദ്യം പറഞ്ഞതാണ്. കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ല, അവൻ വഴിയിൽ കിടന്നുറങ്ങുന്നവനാണ്. അവൻ ആ അനുഭവിക്കുന്ന പ്രയാസം അത് നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മളൊരു വീട്ടിലാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ അസൗകര്യങ്ങളുണ്ട്, ഞെരുക്കമുണ്ട്, ഇടുക്കമുണ്ട്. അതും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീടും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഈ ആദ്യം പറഞ്ഞവനാണ്, അവനും നമ്മൾ തമ്മിലുള്ള വ്യത്യാസമാണ് വലുത്. അപ്പൊ ഈ വലിയ കാര്യം കിട്ടിക്കഴിഞ്ഞു നമുക്കൊക്കെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ വിഷമങ്ങൾ പലതും, ഒട്ടുമിക്ക വിഷമങ്ങൾ അതോടുകൂടി മാറിക്കിട്ടും. 7ാമത്തെ മാർഗം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, ومن أنفع الأشياء في هذا الموضع, ഈ വിഷയത്തിൽ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, മനോവിഷമങ്ങൾ മാറ്റാൻ ഏറെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇസ്തിഅമാലു മാ അർഷദ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസ് സഹീഹ്. ഒരു സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം എന്താണത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫലു മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരെ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് നല്ലത്. ശൈഖ് പറയുന്നു, ഫഇന്നൽ അബ്ദ, ഒരു അടിമ, ഇദാ നസബ ബൈന ഐനൈഹി ഹാദൽ മൽഹദൽ ജലീൽ, ഈ വലിയ നയം അവൻ സ്വീകരിച്ചാൽ, റആഹു, അവനെ തന്നെ കാണാൻ സാധിക്കും, യഫൂഖു ഖത്അൻ കസീറൻ മിനൽ ഖൽഖ് ഫിൽ ആഫിയതി വതവാബിഇഹാ, ധാരാളക്കണക്കിന് സൃഷ്ടികൾ, അല്ലാഹുവിന്റെ അടിമകളായ മനുഷ്യർ തന്റെ താഴെയുള്ളതായി അവന് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു നയം ഒരാൾ സ്വീകരിച്ചാൽ, താഴേക്ക് നോക്കാൻ തുടങ്ങിയാൽ കുറെ ആളുകളെ അവന്റെ താഴെ അവന് കാണാൻ പറ്റും. എന്തൊക്കെ കാര്യത്തിൽ? ഫിൽ ആഫിയതി വതവാബിഇഹാ, ആഫിയത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ? ശരീരത്തിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ, അള്ളാഹു അവന്റെ മറകൊണ്ട് ന്യൂനതകൾ മറച്ചുവെച്ച അവസ്ഥ, ഇങ്ങനെയുള്ള ആഫിയത്ത്. അതുപോലെ തന്നെ ഹിദായത്ത്, ദീനിൽ ഉള്ള ആഫിയത്ത്, ഒഴിവച്ച കക്ഷികളിലൊന്നും ചേർന്നു പോകാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും മനഹജും മനസ്സിലാക്കി ജീവിക്കുക, ഇതൊക്കെ ആഫിയത്താണ്. വഫിർ റിസ്ഖി വതവാബിഇഹി, അതുപോലെ റിസ്കിന്റെ കാര്യത്തിൽ, ഭക്ഷണം, വീട്, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മഹ്മ ബലഗത് ബിഹിൽ ഹാൽ, അവന്റെ അവസ്ഥ എന്തായിരുന്നാലും, എത്ര കഷ്ടപ്പാടുള്ളവനാണെങ്കിലും അവന്റെ താഴെയുള്ള ആളുകളെ നോക്കിയാൽ അവന് കാണാൻ പറ്റും അവനേക്കാൾ താഴെയുള്ള ആളുകളെ. ഫയസൂലു ഖലഖുഹു വഹമ്മുഹു വഗമ്മുഹു, അങ്ങനെ അവൻ ചിന്തിച്ചാൽ അവന്റെ വിഷമങ്ങൾ മാറും. വയസ്ദാദു സുറൂറുഹു വഖ്തിബാതുഹു ബിനിഅമില്ലാഹി അല്ലതി ഫാഖ ബിഹാ ഗൈറഹു മിമ്മൻ ഹുവ ദൂനഹു ഫിഹാ, തന്നെക്കാൾ താഴെയുള്ളവരെക്കാൾ അള്ളാഹു തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അവന് സന്തോഷമുണ്ടാകും. വകുല്ലമാ ത്വാല തഅമ്മുലുൽ അബ്ദി ലിനിഅമില്ലാഹി الظാഹിറതി വൽ ബാത്തിന അദ്ദീനിയ്യതി വദ്ദുന്യവിയ്യ,
അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരാളുടെ ചിന്ത എത്ര കൂടുന്നോ റബ്ബഹു ഖദ് അഅതാഹു ഖൈറൻ കസീറ, റബ്ബ് തനിക്ക് കുറെ തന്നിട്ടുണ്ട് എന്നവൻ മനസ്സിലാകും. വദഫഅ അൻഹു ശുറൂറൻ മുതഅദ്ദിദ, പല ഷർറുകളും അള്ളാഹു നമ്മെ തൊട്ട് അകറ്റിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാകും. വലാ ശക്ക അന്ന ഹാദാ യദ്ഫഉൽ ഹുമൂമ വൽ ഗുമൂം വയൂജിബുൽ ഫറഹ വസ്സുറൂർ, ഈ ഒരു നയം സ്വീകരിച്ചവന് സന്തോഷമുണ്ടാകും, ദുഃഖങ്ങൾ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഈ ഉപദേശം ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കാതിരിക്കുക. നമ്മെക്കാൾ ദാരിദ്ര്യമുള്ള ആളുകളുണ്ട്, നമ്മെക്കാൾ രോഗങ്ങളുള്ള ആളുകളുണ്ട്, നമ്മെക്കാൾ മറ്റെല്ലാ കാര്യങ്ങളും താഴെ നിൽക്കുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിൽ നന്ദി ഉണ്ടാകും. ഒരു ഷെയ്ഖ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദിയുടെ വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഒരു സാങ്കല്പികമായ രംഗം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഒരാള് ഒരു കാറിൽ പോകുന്നുണ്ട്, അയാൾ നല്ല ഒരു വില കൂടിയ കാർ. അപ്പൊ അതിന്റെ പിന്നിൽ മറ്റൊരാള് കുറച്ച് പഴക്കം ചെന്ന ഒരു കാറിൽ പോകുന്നുണ്ട്, കുറച്ച് കേടുപാടുകളുള്ള ഒരു കാറാണ്. അപ്പൊ ഈ പിന്നിലിരിക്കുന്ന ആള് മുന്നിലെ കാർ നോക്കിയിട്ട് ഞാൻ വിഷമിക്കുകയാണ്, എനിക്കിതുപോലെ നല്ലൊരു കാറില്ലല്ലോ. അപ്പൊ ഈ പിന്നിലുള്ള കാറിന്റെ അതിന്റെ പിന്നിൽ വേറൊരുത്തൻ ഒരു ബൈക്കിൽ പോകുന്നുണ്ട്. അവന് ഒരു കാർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്, മുന്നിലേക്ക് നോക്കി. ഇവന്റെ പിന്നിൽ ഒരു സൈക്കിളുണ്ട്, സൈക്കിളിന്റെ പിന്നിൽ നടക്കുന്ന ഒരുത്തനുണ്ട്, നടക്കുന്നവന്റെ പിന്നില് കാലില്ലാത്ത ഒരുത്തനുണ്ട്. അപ്പൊ ഈ കാലില്ലാത്തവൻ ഒരു കാലുകൊണ്ട് കാലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നടക്കാമായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. ഇവർ ഓരോരുത്തരും വിഷമത്തിലാണ്, ആർക്കും സമാധാനമല്ല. അദ്ദേഹം പറഞ്ഞു, ഇവർ നേരെ തിരിച്ചു നോക്കിയിരുന്നെങ്കിൽ, മുന്നിൽ നിൽക്കുന്ന ആള് പിന്നോട്ട് നോക്കിയാൽ അവന് സമാധാനം ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, എനിക്ക് അവനേക്കാൾ കൂടുതലുണ്ട് എന്നവന് ചിന്തിക്കാമായിരുന്നു. ഇതുപോലെ ഓരോരുത്തരും ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ഓരോരുത്തരും അവനേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കി വിഷമത്തിലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മുകളിലേക്ക് നോക്കാൻ ഒരുപാട് അവസരമുണ്ട്. മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും നമ്മെക്കാൾ സമ്പന്നന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വിരുന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വരുമ്പോഴൊക്കെയാണ് നമ്മൾ കാണുന്നത് അവരുടെ അനുഗ്രഹങ്ങൾ. ഇന്ന് ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലുള്ള എല്ലാ സുഖങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മറ്റുള്ളവർ കാണുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകൾ അത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ചുള്ള ഇസ്ദിറ, ഈ ഹദീസിൽ പറഞ്ഞല്ലോ, അല്ലാ തസ്ദറു നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോടുള്ള പുച്ഛം അതുണ്ടാക്കും. അതുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദി ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകണമെങ്കിൽ ഈ ഒരു നയം നമ്മൾ സ്വീകരിക്കണം. അതിൽ നിന്ന് നമ്മെ തടയുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് ഒഴിവാക്കുക. കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളെ നോക്കുന്നത് മാത്രമല്ല, നമുക്ക് ദീനിൽ ഷർറുണ്ടാക്കുന്ന എല്ലാ കാഴ്ചകളും ഒഴിവാക്കുക. ഈ പല കാഴ്ചകളും സിനിമകളാണെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന പല ക്ലിപ്പുകളാണെങ്കിലും അതിൽ പലതും നമ്മൾ വിചാരിക്കുന്ന ഔറത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ വലിയ ഷർറായിരിക്കും ചിലപ്പോൾ. അതിന്റെ അപകടം നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന് അവന് തന്റെ മാതാപിതാക്കൾ ചെയ്തു തരുന്നതൊക്കെ നിസ്സാരമാണ്, തന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് പോരാ, തനിക്കുള്ള എല്ലാ നിഅമത്തുകളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതിന് നിസ്സാരമായി കാണാൻ ഈ വക കാഴ്ചകളൊക്കെ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം പഠിപ്പിച്ചു. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിലവെക്കാൻ കാരണമാകും. അല്ലെ, മുകളിലേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിസ്സാരമായി കാണും, നേരെ തിരിച്ച് താഴേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അടുത്തൊരു മാർഗം ശൈഖ് പറയുന്നു, വമിനൽ അസ്ബാബിൽ മൂജിബതി ലിസ്സുറൂരി വസവാലിൽ ഹമ്മി വൽ ഗം അസ്സഅയു ഫി ഇസാലത്തിൽ അസ്ബാബിൽ ജാലിബതി ലിൽ ഹുമൂം, വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ശൈഖ് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഇതിനൊരു ആവർത്തനമാണ്, അതുകൊണ്ട് ഞാനത് പൂർണ്ണമായി വായിക്കുന്നില്ല. ശൈഖ് പറയുന്നത്, എന്താണോ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത് ആ കാരണം മാറ്റുക. ആ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖം, അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നാണ്. അത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത കാര്യം, 9ാമത്തെ കാര്യം, വമിൻ അൻഫഇ മാ യകൂനു ഫീ മുലാഹദത്തി മുസ്തഖ്ബലിൽ ഉമൂർ ഇസ്തിഅമാലു ഹാദ ദുആ അല്ലദി കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ബിഹി. വിഷമങ്ങൾ മാറ്റാനുള്ള മറ്റൊരു മാർഗമാണ് ഒരു ദുആ ശൈഖ് ഇവിടെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ഈ ദുആ ഇവിടെ പഠിപ്പിക്കുന്നത്? നമുക്ക് വിഷമമുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക.
ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മാറ്റാൻ ഒരു മാർഗമാണ് ഈ ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എന്റെ ദീൻ നീ നന്നാക്കി തരണം, എന്റെ ഇബാദത്തുകൾ ശരിയാക്കണം, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് വേണം, തഖ്വ വർദ്ധിപ്പിച്ചു തരണം, അങ്ങനെ ദീനിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണം. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, അതാണ് എന്റെ പിടിവള്ളി, എന്റെ രക്ഷയുടെ മാർഗം അതാണ്. ഇസ്മത്ത്, സുരക്ഷിതത്വം ദീനിലാണ്. വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫിഹാ മആശി, എന്റെ ദുനിയാവും നന്നാക്കി തരണം. അല്ലതി ഫിഹാ മആശി, കാരണം ദുനിയാവിലാണ് എനിക്ക് ജീവിക്കാനുള്ളത്. ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് വേണം ആഖിറത്തിലെത്താൻ. അപ്പൊ ദുനിയാവിലുള്ള വരുമാനവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും റിസ്ക്കും എളുപ്പമാക്കി തരണം, നല്ല രൂപത്തിലാക്കണം. വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഇലൈഹാ മആദി, എന്റെ ആഖിറത്ത് എനിക്ക് നീ നന്നാക്കി തരണം, കാരണം അങ്ങോട്ടാണ് മടങ്ങിച്ചെല്ലാനുള്ളത്. ഇതൊക്കെ ഭാവിയുടെ ഭാഗങ്ങളാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ദീനിയായ ജീവിതം, ദുനിയാവെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഭാവി, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഭാവി. ഇതെല്ലാം ശരിയാക്കി തരണം. അപ്പൊ ടെൻഷൻ എടുക്കാൻ ഒന്നും വിട്ടിട്ടില്ല. എന്തൊക്കെയാണോ നമുക്ക് നമ്മെ ബാധിക്കുന്ന ആശങ്കകൾ അതെല്ലാം ഉൾക്കൊണ്ടു. വജ്അൽ ഹയാത സിയാദതൻ ലി ഫി കുല്ലി ഖൈർ, എന്റെ ജീവിതം ഖൈറിൽ വർധനവാക്കണം. ആയുസ് കൂടുന്നതനുസരിച്ച് എന്റെ ഖൈർ വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം. വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, മരണം ഷർറിൽ നിന്നുള്ള ആശ്വാസമാക്കണം. എന്ന് പറഞ്ഞാൽ തിന്മകൾ ജീവിതത്തിന്റെ അവസാന കാലത്ത് തിന്മകൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. മറ്റൊരു ഹദീസിൽ കാണാം, ഫൈദാ അറദ്ത ഫിത്നത ഖൗമിൻ ഫഖ്ബിർനി ഇലക ഗൈറ മഫ്തൂൻ, ഒരു ഫിത്ന നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾ പഴിച്ചു പോകുന്ന ഒരു അവസ്ഥ വരാനുണ്ടെങ്കിൽ അതിനു മുമ്പായി എന്നെ മരിപ്പിക്കണം എന്ന് ഹദീസിൽ കാണാം. അതുപോലെ മറ്റൊരു ദുആ, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ റഹ്മത്താണ് എന്റെ പ്രതീക്ഷ. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണ് അടച്ചു തുറക്കുന്ന സമയം പോലും എന്നെ നീ എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കരുത്, എന്റെ കാര്യങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്, നീ ഏറ്റെടുക്കണം. വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണം. അപ്പൊ അതിലെല്ലാം പെട്ടു ദീനും ദുനിയാവും, ദുനിയാവിന്റെ തന്നെ വിശദാംശങ്ങളും, ജോലിയും സമ്പാദ്യവും കുടുംബവും ആരോഗ്യവും എല്ലാം അതിൽപ്പെട്ടു. അസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ഒരു ഇലാഹും ആരാധന അർഹിക്കുന്നില്ല. ശൈഖ് പറയുകയാണ്, ഫഇദാ ലഹജൽ അബ്ദു ബിഹാദ ദുആ, ഈ ദുആ ഒരു അടിമ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അല്ലദി ഫീഹി സലാഹു മുസ്തഖ്ബലിഹി അദ്ദീനി വദ്ദുന്യവി, അവന്റെ ഭാവി നന്നാക്കാനുള്ള ഈ ദുആ ദീനിലും ദുനിയാവിലും, ബിഖൽബിൻ ഹാദിരിൻ വനിയ്യത്തിൻ സാദിഖ, മനസാന്നിധ്യത്തോടെയും നല്ല നിയ്യത്തോടെയും ഇതവൻ ആവർത്തിച്ചാൽ, മഅ ഇജ്തിഹാദിഹി ഫീമാ യുഹഖഖു ദാലിക്, അതോടൊപ്പം ഈ പ്രാർത്ഥിച്ച കാര്യം നേടാനുള്ള പരിശ്രമവും ഉണ്ടെങ്കിൽ, ഹഖഖല്ലാഹു ലഹു മാ ദഅാഹു വറജാഹു വഅമില ലഹു, അവൻ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഈ ലക്ഷ്യം അത് അല്ലാഹു പൂർത്തീകരിക്കും. വൻഖലബ ഹമ്മുഹു ഫറഹൻ വസുറൂറൻ, അവന്റെ വിഷമങ്ങൾ സന്തോഷമായി മാറും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അല്ലാഹു മാറ്റിക്കൊടുക്കും എന്നർത്ഥം. അപ്പൊ ഈ ദുആ പതിവാക്കുക. കാരണം നമ്മുടെ കാര്യങ്ങൾ അത് ശരിയാക്കി തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള എന്ത് ആശങ്കയാണോ നമ്മുടെ മനസ്സിലുള്ളത് അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. അല്ലെ മക്കളെ കുറിച്ച്, മക്കൾ നന്നാകുമോ പഴിച്ചു പോകുമോ, ഇത് തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ രോഗം ഇത് കൂടുതൽ വഷളാകുമോ അതോ ശിഫയാകുമോ, തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനോട് പറയുക, വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ കാര്യങ്ങൾ മുഴുവൻ നീ നന്നാക്കി തരണം. ഇത് ആവർത്തിച്ച് എന്നെങ്കിലും ഒരിക്കലല്ല. നമസ്കാരത്തിൽ, സുജൂദിലും തശഹുദിലും, രാത്രിയുടെ അവസാനത്തെ സമയത്തും ബാങ്കിനും ഇഖാമത്തിനും ഇടയിലും എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അടുത്തൊരു മാർഗം, 10ാമത്തെ ഒരു വസീല, ഇൻഷാ അല്ലാഹ് അതോടുകൂടി അവസാനിപ്പിക്കാം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ അൻഫഇൽ അസ്ബാബി ലിസവാലിൽ ഖലഖി വൽ ഹുമൂമി ഇദാ ഹസല അലൽ അബ്ദി ശൈഉൻ മിനൻ നകബാത്ത്, എന്തെങ്കിലും ഒരു ദുരന്തം ജീവിതത്തിൽ ഉണ്ടായാൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന മനോവിഷമങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഞെട്ടിക്കുന്ന ഒരു ദുരന്തം ജീവിതത്തിൽ സംഭവിച്ചാൽ, അയ്യസ്ആ ഫീ തഖ്ഫീഫിഹാ, അത് ലഘൂകരിക്കാൻ, ആ ഉണ്ടായ മുസീബത്തിന്റെ ആഘാതം കുറക്കാൻ പരിശ്രമിക്കുക. അത് എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്? അതിനുവേണ്ടി സ്വീകരിക്കാവുന്ന മാർഗം ശൈഖ് പറയുകയാണ്, ബിഅൻ യുഖദ്ദിറ അസ്വഅൽ ഇഹ്തിമാലാത്ത് അല്ലതി യൻതഹി ഇലൈഹൽ അംർ, സംഭവിക്കാവുന്നതിന്റെ ഏറ്റവും മോശമായ അവസ്ഥ മനസ്സിൽ കാണുക. അല്ലെ, ഒരു രോഗം വന്നു, അപ്പോ ഈ രോഗം വന്നാൽ പരമാവധി എന്ത് സംഭവിക്കും അത് മനസ്സിൽ കണക്കാക്കുക. ഇങ്ങനെ സംഭവിച്ചേക്കാം,
എന്ന് വിചാരിക്കുക. വയുവത്തുന അലാ ദാലിക നഫ്സഹു, അവന്റെ മനസ്സിനെ അത് സ്വീകരിക്കാൻ പാകപ്പെടുത്തുക. അല്ലെങ്കിൽ തന്റെ ഒരു ബന്ധുവിന് രോഗം വന്നു, പരമാവധി എന്ത് സംഭവിക്കാം, മകന് രോഗം വന്നു, മരിച്ചു പോയേക്കാം ഈ കുട്ടി, അതിലപ്പുറം ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ ഏറ്റവും മോശമായ അവസ്ഥ, എല്ലാ രോഗവും അങ്ങനെ മരണത്തിന് കാരണമാകണമെന്നില്ല. ആ ബാധിച്ച രോഗത്തിന്റെ പരമാവധി അല്ലെങ്കിൽ ആ ബാധിച്ച മുസീബത്തിന്റെ പരമാവധി എന്താണ് സംഭവിക്കുക എന്ന് കണക്കാക്കുക. വയുവത്തിന നഫ്സഹു അലാ ദാലിക ഫഇദാ ഫഅല ദാലിക, അങ്ങനെ ചെയ്താൽ, എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് മിണ്ടാതിരിക്കുകയല്ല, മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കാനല്ല. ഫൽയസ്അ ഇലാ തഖ്ഫീഫി മാ യുംകിനു തഖ്ഫീഫുഹു ബിഹസബിൽ ഇംകാൻ, കഴിയുന്ന പോലെ ഈ മുസീബത്ത് കുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ രോഗം ബാധിച്ചാൽ പരമാവധി എന്ത് സംഭവിക്കും, അത് സംഭവിച്ചാലും ഞാൻ സഹിക്കും എന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഈ രോഗം പരമാവധി എത്ര ലഘൂകരിക്കാൻ പറ്റും, ഇതിന്റെ ആഘാതം എത്ര കുറക്കാൻ പറ്റും, എത്ര നല്ല രീതിയിൽ ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും, അത്രയും പരിശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ പരിശ്രമിക്കുന്ന കാര്യത്തിൽ ഏറ്റവും താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മനസ്സ് സബ്റിനും സഹനത്തിനും വേണ്ടി എത്ര വലിയ ദുരന്തമുണ്ടായാലും അതിന് തയ്യാറാവുകയും ചെയ്യുക. ഇതാണ് വേണ്ടത്. ഫബിഹാദ തൗതീൻ വബിഹാദ സഈ, ഈ മാനസികാവസ്ഥയും ഈ അധ്വാനവും. മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തു സഹിക്കാനുള്ള മനസ്സ്, അധ്വാനം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി പരിഹരിക്കാനുള്ള പരിശ്രമം. ഇത് രണ്ടും കൂടി ചെയ്താൽ തസൂലു ഹുമൂമുഹു വഗുമൂമുഹു, അവന്റെ വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോകും. വയകൂനു ബദല ദാലിക സഅയ ഫീ ജൽബി അൽ മനാഫിഅ وفي دفع المضار الميسورة للعبد فإذا حلت به أسباب الخوف وأسباب الأسقام وأسباب الفقر والعدم لما يحبه من المحبوبات المتنوعة فليتلقى ذلك بطمأنينة وتوطين للنفس عليها. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് ശൈഖ് ആവർത്തിച്ച് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ ഇനിയും ചില കാര്യങ്ങളുണ്ട്. 21 മാർഗങ്ങൾ ശൈഖ് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ 10 കാര്യങ്ങളാണ് വായിച്ചത്, 10 11 10. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയാൽ പൂർത്തിയാക്കാം. രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളെ സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം നന്മ മാത്രമാണ് എന്ന് പറയുന്നത് ശരിയാണോ? അള്ളാഹുവിന്റെ ഖദർ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു ഒരു കാര്യം വിധിക്കുന്നു. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു രോഗം വരാൻ അള്ളാഹു വിധിച്ചിരിക്കുന്നു. ഈ രോഗം എന്ന് പറയുന്നത് നന്മയാണോ? അത് സ്വന്തം നഫ്സിൽ ഫീദാത്തിഹി രോഗം എന്ന് മാത്രം പരിഗണിക്കുമ്പോൾ തിന്മയാണ്. പക്ഷേ രോഗം വിധിക്കുക എന്നുള്ളത്, അത് ഒരാൾക്കൊരു രോഗം നൽകുക എന്നുള്ളത്, അത് ചിലപ്പോൾ നന്മയായി മാറും. എപ്പോഴാണ് നന്മയാവുക? ഉദാഹരണത്തിന് രോഗം ബാധിച്ച ഒരാൾ തൗബ ചെയ്തു, അയാളുടെ ജീവിതം ആ രോഗം ബാധിച്ചതോടുകൂടി നന്നായി. ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആ സന്ദർഭത്തിൽ ആ രോഗം വിധിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്തത് നല്ലൊരു കാര്യമാണ്. അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്. ചിലപ്പോ ആ വ്യക്തി തൗബ ചെയ്യുകയില്ല, മറിച്ച് മറ്റൊരാൾക്കായിരിക്കും ആ രോഗം കൊണ്ട് ഉപകാരമുണ്ടാവുന്നത്. രോഗമായി അയാളുടെ രോഗ അവസ്ഥ കണ്ട് മറ്റൊരാൾ പാഠം പഠിച്ചു. ഇയാള് അത്ര തഖ്വയില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ അയാൾ പല മാസ്യത്വങ്ങളും ചെയ്ത് അതിനുള്ള ശിക്ഷയായിട്ടാണ് ആ രോഗം കിട്ടിയത്. അങ്ങനെ ആയിരിക്കാം എന്ന് പേടിച്ചിട്ട് മറ്റൊരാൾ നന്നായി. അതിലൊരു ഖൈറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഖൈർ ഇതുകൊണ്ട് ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അത് ഖൈർ മാത്രമായിരിക്കും. അപ്പോ അള്ളാഹുവിന്റെ ഖദറും മഖ്ദൂറുമുണ്ട്. മഖ്ദൂർ ചിലപ്പോൾ ഷർറായിരിക്കും, പക്ഷെ ഖദർ, അള്ളാഹു അക്കാര്യം ചെയ്തു എന്നുള്ളത്, ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. ഇന്ന വ്യക്തിയെ രോഗിയാക്കുക, അത് ഖൈറാണ്. ആ വ്യക്തിക്ക് അത് ഖൈറാവാം, ഷർറാവാം. നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞതുപോലെ ഫലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിന് മാത്രമാണ് എല്ലാ കാര്യവും ഖൈറാകുന്നത്. ഈമാൻ ഇല്ലാത്ത ഒരാളാണെങ്കിലോ, അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ അവന് പല ഷെറുകളും ഉണ്ടാകും അവന്റെ ജീവിതത്തിൽ. ആ ഷെറ്, അത് അള്ളാഹു ആ ഷെറ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അള്ളാഹു ആ വ്യക്തിക്ക് ആ സംഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി എന്ന കാര്യം ഒരിക്കലും ഷെറല്ല. അതുകൊണ്ടാണ് വലൈസ ശർറു ഇലൈക്, ഷെറിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയില്ല എന്ന് പറഞ്ഞത്.
രണ്ടാമത്തേത് അല്ലാഹു തആല കാരണങ്ങളില്ലാതെ എല്ലാം ചെയ്തു തരുന്നവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അധ്വാനിക്കാതിരിക്കുന്നത് ശരിയാണോ? അത് തിന്മയായി മാറുമോ? അതായത് അല്ലാഹു തആല സബബില്ലാതെ സൃഷ്ടിക്കുന്നവനാണ്, അത് അല്ലാഹുവിന്റെ മാത്രം കഴിവാണ്. കുൻ ഫയകുൻ. ഇത് വേറൊരാൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ കുഫറായി. കാരണം അല്ലാഹുവിന്റെ സിഫത്താണ് അസ്ബാബുകളില്ലാതെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്. ഇതിൽ വിശ്വസിച്ചിട്ട് ഒരാൾ അസ്ബാബുകൾ സ്വീകരിക്കാതിരുന്നാൽ അത് തിന്മയാകുമോ? അത് തിന്മയാകും. സബബുകൾ നിഷേധിക്കുന്നവരെ കുറിച്ച് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അഹ്ലുൽ ബിദ്അ എന്നാണ് പറഞ്ഞത്, ബിദ്അത്തിന്റെ ആളുകളാണെന്നാണ് പറഞ്ഞത്. തിന്മയെന്നല്ല, ബിദ്അത്തിന്റെ ആളുകൾ എന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞത്. അത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ വരുത്തുന്ന പോരായ്മയെ കുറിച്ചല്ല പറഞ്ഞത്. നിരുപാധികമായി സബബുകൾ നിഷേധിക്കുക, അള്ളാഹു തരും, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നൊരു വാദം പഠിപ്പിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് അഹ്ലുൽ ബിദ്അ എന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞത്. കാരണം അല്ലാഹു തആലയാണ് സബബുകൾ നിശ്ചയിച്ചവൻ, അല്ലെ? മക്കളുണ്ടാകാൻ വിവാഹം കഴിക്കണം, സമ്പത്തുണ്ടാകാൻ അധ്വാനിക്കണം, ഇതൊക്കെ നിശ്ചയിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ ആകാശത്ത് നിന്ന് നമുക്ക് ഭക്ഷണം ഇറക്കി തരാം, അങ്ങനെ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു തആല മനുഷ്യർക്ക് സാധാരണ നിലക്ക് നിശ്ചയിച്ചിട്ടുള്ള മാർഗം എന്താണ്? അധ്വാനിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഈ സുന്നത്തുൻ കൗനിയ്യ, പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ വ്യവസ്ഥ, അതിനെ ചോദ്യം ചെയ്യുന്നവരാണ് ഇങ്ങനെ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിട്ടുള്ള കാര്യമാണ്. അഊദു ബിക മിനൽ കസൽ, മടിയിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോ സബബുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതിൽ വീഴ്ച വരുത്തുന്നത് അത് തവക്കുലല്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ പലരും പറഞ്ഞത് തർക്കുൽ അസ്ബാബ് ഖദ്ഹുൻ ഫി ശരീഅ, സബബുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ദീനിനെ ആക്ഷേപിക്കലാണ്. അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ് സബബുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇമാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ സമയത്ത് കുറെ ആളുകൾ, യമനിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകൾ, അവര് ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടില്ല. യമനിൽ നിന്ന് മക്കയിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്യണം. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് നഹ്നു മുതവക്കിലൂൻ, ഞങ്ങൾ തവക്കുലാക്കി വന്നതാണ് യമനിൽ നിന്ന്, കയ്യിൽ ഭക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അമീർ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ദേഷ്യം പിടിച്ചു. ഹൗലായി മുതവക്കിലൂൻ വലൈസു മുതവക്കിലീൻ, ഇത് തവക്കുലല്ല, ഇത് മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കാനുള്ള മാർഗമാണ് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ അധ്വാനിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. സബബുകൾ സ്വീകരിക്കാൻ, അധ്വാനം മാത്രമല്ല ഏത് കാര്യത്തിനാണെങ്കിലും സബബുകൾ സ്വീകരിക്കാൻ അല്ലാഹു തആലയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലാഹുവാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മറിയം അലൈഹിസ്സലാം അവര് ഗർഭിണിയായി ഈസാ അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ച് ഇരിക്കുന്ന സമയത്ത് എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അവർക്ക് ഭക്ഷണമില്ല, അവർ കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് പേടിച്ച് ഒരു നാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞത് വഹുസ്സി ഇലൈകി ബിജുദിൻ നഖ്ലതി തുസാഖിത് അലൈകി റതബൻ ജനിയ്യ, ഈത്തപ്പനെ പിടിച്ച് കുലുക്കാൻ പറഞ്ഞു. ഈത്തപ്പന എന്ന് പറഞ്ഞാൽ വളരെ ബലമുള്ള മരമാണ്, വെറുതെ പിടിച്ച് കുലുക്കിയാൽ കുലുങ്ങുന്നതല്ല. അവർ സ്ത്രീയാണ്, ഗർഭിണിയാണ്, ദുർബലയാണ്, എന്നിട്ടും ഒരു സബബ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ സബബുകൾ സ്വീകരിച്ചാലാണ് ഫലമുണ്ടാവുക എന്ന ഈ കാര്യം അല്ലാഹു തആല പഠിപ്പിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും അത് തിന്മയാണ് എന്ന് മാത്രമല്ല, ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ ശർഈയായ കൽപ്പനകളും അനുസരിക്കണം, കൗനിയായ കൽപ്പനകളും അനുസരിക്കണം. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥയും അനുസരിക്കണം. ഖുർആനിലും സുന്നത്തിലും അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ദീനിന്റെ അഹ്കാമുകളും, ഇത് രണ്ടും പാലിച്ചാലേ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. ഇതൊരു പൊതു നിയമമാണ്. ഉദാഹരണത്തിന് ഇപ്പോ രാത്രി ഉറങ്ങണം, പകല് ജോലി ചെയ്യണം, ഇത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. രാത്രി അള്ളാഹു നിശ്ചയിച്ചത് ഉറങ്ങാനാണ്, പകല് അധ്വാനിക്കാൻ. ഒരാൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ അവന് സ്വസ്ഥത ഉണ്ടാവുകയില്ല, രോഗങ്ങളായിരിക്കും. പല രോഗങ്ങൾക്കും ഡോക്ടർമാർ പറയുന്നത് ശരിക്കും ഉറങ്ങിയാൽ മതി, മാറും എന്നാണ്. അപ്പൊ ഉറക്കം എന്നുള്ളത് അത് മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രാപഞ്ചികമായ ഒരു സുന്നത്താണ്. അതിൽപ്പെട്ടതാണ് അധ്വാനവും. അധ്വാനിച്ചാൽ പണമുണ്ടാക്കാം, റിസ്ക് ഉണ്ടാകും. ഇത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സുന്നത്താണ്. അതും അനുസരിക്കണം, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളും അനുസരിക്കണം. ഇത് രണ്ടും അനുസരിച്ചാലേ ഒരു മനുഷ്യന് സആദത്ത്, സമാധാനവും സംതൃപ്തിയും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞത് ഇങ്ങനെ തവക്കുലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അസ്ബാബുകൾ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയല്ല. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ജസാക്കുമുല്ലാഹു ഖൈറൻ.